ഓക്കെ. ഷെഹ്മ സ്ക്രീൻ ഷെയർ ചെയ്തേ. ഓക്കെ സർ. എൻ്റെ കണ്ണെടുക്കാത്ത കാരണം എനിക്ക് കണ്ണുപോലും പിടിക്കണില്ല. ഓക്കെ, ഒരു മിനിറ്റ്. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ശ്രുതിയുടെ ഒക്കെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇറ്റ് ഇസ് ഫൈൻ. നിങ്ങൾ എല്ലാവരും കൂടി എഫർട്ട് ഇട്ട് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്ക് ക്ലയന്റുകൾക്കൊക്കെ ചെയ്തു കൊടുക്കാം, ധൈര്യമായിട്ട് ചെയ്തു കൊടുക്കാം. ക്യാമ്പയിൻസ് ചെയ്തു കൊടുക്കുമ്പോൾ ചിലപ്പോൾ മിസ്റ്റേക്കുകൾ ഉണ്ടാവും, ചിലപ്പോൾ വർക്ക്. പക്ഷെ നിങ്ങൾ പഠിക്കുക, അങ്ങനെ പഠിക്കണേ. നമ്മൾ വീണല്ലേ പഠിക്കണേ. ഡയറക്റ്റ് നേരെ നമ്മൾ ഇതാവണില്ല. അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടാണ് എക്സ്പെർട്ട് ആവണം. ഓക്കെ. ഇനി നമ്മൾ ഈ സ്ക്രീനിൽ ഏറ്റവും മുകളിൽ കണ്ടോ ഓൾ ആഡ്സ്, അവന്റെ മൗസ് മോളിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കണ്ടോ ഓൾ ആഡ്സ്, ആക്റ്റീവ് ആഡ്സ്, ഹാഡ് ഡെലിവറി. ഓൾ ആഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോസ് ചെയ്തിരിക്കുന്നതും ലൈവ് ആയിരിക്കുന്ന ആഡ് കാണിക്കും. അതാണ് ഓൾ ആഡ്സ്. ആക്റ്റീവ് ആഡ്സ് ക്ലിക്ക് ചെയ്തേ. അപ്പൊ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആഡ്സ് മാത്രം കാണും. ഒറ്റ ആഡും ആക്റ്റീവ് അല്ല, അല്ലെ? കാരണം നമ്മൾ ഫേസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഹാഡ് ഡെലിവറി ക്ലിക്ക് ചെയ്തേ. ഹാഡ് ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് വന്നിരിക്കുന്നത്, ഇംപ്രഷൻ, ക്ലിക്ക്, ഇതൊക്കെ വന്നിരിക്കുന്ന ആഡുകൾ മാത്രം കാണിക്കും. അതാണ് ഹാഡ് ഡെലിവറി. ഓൾ ആഡ്സ്, ഹാഡ് ഡെലിവറി, ആക്റ്റീവ് ആഡ്സ്. ക്ലിയർ ആയോ? ഇനി ഓൾ ആഡ്സ് ക്ലിക്ക് ചെയ്യാം. ഓൾ ആഡ്സ് ക്ലിക്ക് ചെയ്തു. ഇല്ല, ക്ലിക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ആഡ് എന്ത് കാണാത്ത? ഒന്നും റിഫ്രഷ് ചെയ്ത പേജ്. ഇപ്പൊ വന്നു. ഓക്കെ, ഗുഡ്. അത് ക്ലിയർ ആയല്ലോ. ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ്. നിങ്ങൾ നിങ്ങളെ ചെയ്തു നോക്കിയായിരുന്നു എല്ലാവരും ഞാൻ പറഞ്ഞ പ്രൊജക്ട്? വളരെ പ്രൊഫഷണൽ എല്ലാവരും ചെയ്തായിരുന്നു ആ ടാസ്ക്? ഗുഡ്. കുറച്ചും കൂടി ഐഡിയ ആയപ്പോ? അതെ. സുൽഫി ചെയ്തായിരുന്നു അല്ലേ? ചെയ്തായിരുന്നു. ഗുഡ്. വെരി ഗുഡ്. ഇനി ഇന്റർനെറ്റ് ലീസ്റ്റ് ട്രെയിനിങ് ഓപ്പൺ ചെയ്തേ. ഫസ്റ്റ് ക്യാമ്പയിൻ. അതിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്തേ. അതല്ല താഴത്ത് എഡിറ്റാ. ഒന്ന് പൈ താഴേക്ക് താത്തിക്കോ. അവിടെ ബഡ്ജറ്റ് കണ്ടോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഡെയിലി ബഡ്ജറ്റ് ഉണ്ട്. ആ ഡെയിലി ബഡ്ജറ്റ് ക്ലിക്ക് ചെയ്തേ. ലൈഫ് ലോങ് ബഡ്ജറ്റ് ഉണ്ട്. ചില ലൈഫ് ലോങ് ബഡ്ജറ്റിന് ചില ഫീച്ചറുകൾ എനേബിൾ ആവാം. ആ ലൈഫ് ലോങ് ബഡ്ജറ്റ് ക്ലിക്ക് ചെയ്തേ. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു എമൗണ്ട് കൊടുക്കാൻ കൊണ്ട് യു നീഡ് ടു സ്പെൻഡ് മോർ ദാൻ എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അവിടെ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആഡ് വേണമെങ്കിൽ ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം. താഴേക്ക് താത്തി പയ്യെ. റൺ ആഡ്സ് ഓൺ സ്കെഡ്യൂൾ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തേ. കണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ മൺഡേ ഏതെങ്കിലും ഒരു സമയം മാത്രം നിങ്ങൾക്ക് ആഡ് ലൈവ് ആക്കാം. ട്യൂസ്ഡേ വേണമെങ്കിൽ ഒരു ടൈം ലൈവ് ആക്കാം. ആ മൺഡേയുടെ അവിടെ ഫസ്റ്റ് ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്തേ. അതിൻ്റെ ഉള്ളിലുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തു. ഉണ്ടോ? അപ്പൊ ആ ടൈമിങ്ങിൽ മാത്രം നമ്മുടെ ആഡ് ലൈവ് ആവും. വീണ്ടും തൊട്ടപ്പുറം ക്ലിക്ക് ചെയ്തേ. കണ്ടോ? ഇനി 9 AM ക്ലിക്ക് ചെയ്തേ. ഐഡിയ കിട്ടിയോ? ഇത് വരുന്നത് ലൈഫ് ടൈം ബഡ്ജറ്റിലാണ്. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വരാ. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വരുന്നത് മോർണിംഗിലും ഈവനിങ്ങിലാണ്.
കാരണം നമ്മൾ അപ്പോഴാണ് ഫ്രീ ആവണേ. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. മോർണിംഗ് ചിലപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടെന്ന് അറിയില്ല, നിങ്ങളൊരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. ഞാൻ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ രാവിലെ റെസ്പോൺസ് ഉണ്ട്, രാത്രി ഉണ്ടാവും. എന്തുകൊണ്ടാണ് അതിന്റെ റീസൺ? നമ്മൾ ഫ്രീ ആൾക്കാർ ആവുന്നത് അവൈലബിൾ ആണ്. അപ്പോഴാണ്. നമ്മൾ രാത്രി ആകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യുക. മറ്റേത് രാവിലെ എണീക്കുമ്പോൾ ചെക്ക് ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ അത് പറയുന്നത്. ഗൂഗിളിൽ നിന്ന് വരുന്നപ്പോഴാന്ന് വെച്ചിട്ട് ത്രൂ ഔട്ട് വരും. അവൻ എപ്പോഴാണ് ഗൂഗിളിൽ നിന്ന് വരുന്നത്? ഏറ്റവും കൂടുതൽ ഗൂഗിളിൽ നിന്ന് വരുന്നത് ഓഫീസ് ടൈമിലാണ്. കാരണം ഓഫീസ് ടൈമിൽ ചെയ്തിട്ടാണ് ആൾക്കാർ ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്ത്. ഇപ്പൊ മൊബൈലായതിന് കുറച്ച് മാറ്റം വന്നു. പണ്ട് ഒരു 5-6 വർഷം മുന്നേ, 6 അല്ല 8 വർഷം മുന്നേ ഏറ്റവും കൂടുതൽ റെസ്പോൺസ് ഗൂഗിളിൽ നിന്ന് വരുന്നത് ഓഫീസ് ടൈമിലാണ്. കാരണം ഓഫീസിൽ ഇരുന്നിട്ടാണ് ആൾക്കാർ സെർച്ച് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങുന്നത് ഓഫീസ് ടൈമിൽ ഇരുന്നിട്ടാണ്. കാരണം അപ്പോഴാണ് ആൾക്കാർ കമ്പ്യൂട്ടർ, ഇപ്പൊ മൊബൈലായതുകൊണ്ട് അതിൽ മാറ്റം വന്നു. അതാണ് ഡെയിലി ബഡ്ജറ്റും ലൈഫ് ലോങ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഓക്കെ, എന്റെ കണ്ണു പിടിക്കണില്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഇല്ല ഡൗട്ട്സ്? സർ. ഓക്കെ, ഇവിടെ ഞാൻ നിങ്ങളത് ഇപ്പൊ കാണിച്ചു തന്നു. ഇത് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. എന്താണ് റിസൾട്ട്? റിസൾട്ട് എന്ന് പറയുന്നത്, ഇവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ എനിക്ക് 3 എൻക്വയറി വന്നു. ഇത് റീച്ച്, ഇംപ്രഷൻ, പിന്നെ ഉള്ളതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഫ്രീക്വൻസി എന്ന് പറഞ്ഞായിരുന്നു. ഫ്രീക്വൻസി ഓർമ്മയുണ്ടോ? ഫ്രീക്വൻസി എന്ന് പറഞ്ഞത് എന്താണ്? ഫ്രീക്വൻസി ഓർമ്മയുണ്ട്? ഇന്നലെ പറഞ്ഞില്ല തോന്നുന്നു. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാല്, ഞാൻ അതിൻ്റെ ഒരു സാധനം ഉണ്ട്, അത് കിട്ടിക്കഴിഞ്ഞ റിപ്പോർട്ടിങ്ങിലാണോ? ശ്രദ്ധിക്കാം, ഇതൊരു ലൈവ് സാധനമാണ്. ഇത് ഞാൻ അവിടെ എങ്ങനെ എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ചില കാര്യങ്ങൾ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്ത് നിങ്ങൾ ഓക്കെ ഇതായി കഴിയുമ്പോഴാണ് അവിടേക്കാണ് വരുള്ളൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് പലതും കിട്ടാത്തത്. ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പലതും എനേബിൾ ആവുക പോലെ എല്ലാ സാധനവും. ഇത് ഞാൻ എടുത്തത് ആഡ്സ് റിപ്പോർട്ടിങ്ങിലാണ്. ഇവിടെ കണ്ടോ, റീച്ച്, ഇംപ്രഷൻ, ഫ്രീക്വൻസി. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇത് എൻ്റെ ഒരു ആഡാണ് ഞാൻ ചെയ്ത അരുണിമ റീൽസ് കേരള. അതായത് ഞാനൊരു ഇൻഫ്ലുവൻസറെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കി. ആ വീഡിയോ ഞാൻ കേരളത്തിലുള്ളവരെ മാത്രം ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു ആഡാണ്. ക്ലിയർ ആണല്ലോ? ആ ആഡിന്റെ റെസ്പോൺസിന് അങ്ങനെ പറയണം. അതായത് എനിക്ക് 27,000 റീച്ച് കിട്ടി എന്ന് പറഞ്ഞാൽ 27,000 യുണിക് ആൾക്കാർ നമ്മുടെ ആഡ് കണ്ടു. 49,000 ഇംപ്രഷൻ കിട്ടി എന്ന് പറയുന്നത് അർത്ഥം എന്നിട്ടാ ഒരാൾ തന്നെ. അതാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് ആ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരാള് ഏകദേശം ഒരാൾ 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ ആഡ് കണ്ടു എന്നാണ്. അതാണ് 1.83 ഫ്രീക്വൻസി. ക്ലിയർ ആയോ? ഇല്ല. ക്ലിയർ ആയി സർ, സർ. നമ്പർ ഓഫ് ടൈംസ് വരുന്നത് ഇംപ്രഷൻ അല്ലേ? അതെ, നമ്പർ ഓഫ് ടൈംസ് ഇംപ്രഷൻസ്. അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് കാണിക്കുന്നത് എത്ര ഒരാൾ മിനിമം ഒരാള്, അതായത് റീച്ച് എന്ന് പറയുന്നത് യുണിക് വിസിറ്റർ ആണ്. മൊത്തം ഇംപ്രഷനും കണ്ടു. അപ്പൊ ഏകദേശം ഒരാൾ 1.83 പ്രാവശ്യം നമ്മുടെ ആഡ് കണ്ടു എന്നാണ് കാണിക്കുന്നത്. മനസ്സിലായില്ലല്ലോ? ഫ്രീക്വൻസിയുടെ ഡെഫിനിഷൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് സർ. ഫ്രീക്വൻസി എന്ന് വെച്ചാല് നിങ്ങളെ മറ്റു ബിടെക് പഠിച്ചതല്ലേ? അതെ. ബിടെക്കും മാത്സും പഠിച്ചവർ ചോദിക്കാൻ പാടില്ലാത്തതുണ്ടത്.
അതല്ല ഞാൻ ഇവിടെ നമ്മൾ പറയുന്നത് റീച്ച് എന്ന് പറയുന്നത് എത്ര യുണീക്ക് ആൾക്കാർ കണ്ടു, ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇംപ്രഷൻ എന്ന് പറയുമ്പോൾ പറഞ്ഞുതരാം പറഞ്ഞുതരാം. അല്ല, ഞാൻ പറഞ്ഞ അതൊരു മാത്സ് ടൈമാണ്. ഞാൻ ഇതിനു വേണ്ടി മനസ്സിലാക്കി എടുത്തതാണ്. എനിക്ക് അത്ര എന്താ അറിയില്ലായിരുന്നു. ഇതിനോട് അവിടെ ചോദിച്ചാൽ ഒരാഡ് നിങ്ങൾ ഒരാഡ് ഒരു പ്രാവശ്യം കണ്ടു. അപ്പൊ റീച്ച് എന്ന് പറയുന്നത് യുണീക് പേഴ്സൺ ആയ നിങ്ങൾ ആഡ് കണ്ടു. അപ്പൊ റീച്ച് ഒന്നും ഇംപ്രഷൻ ഒന്നായി. ക്ലിയർ ആയോ? യെസ് സർ. ഞാൻ ആ സെയിം ആഡ് കണ്ടു. അപ്പൊ 2 റീച്ചും 2 ഇംപ്രഷനായി. ഞാൻ 2 പ്രാവശ്യം ആഡ് കണ്ടു. അപ്പൊ എത്ര ഇംപ്രഷനായി? 3 ഇംപ്രഷനായി. മനസ്സിലായോ? യെസ് യെസ്. അപ്പൊ 3 ഇംപ്രഷൻ എത്ര പേരെ കണ്ടേ? 2. അപ്പൊ 3 ഡിവൈഡ് ബൈ 2 എത്രയാ? ഓക്കെ 1.5. അതാണ് ഫ്രീക്വൻസി. ഓക്കെ. അതായത് 49.8 ഡിവൈഡ് ബൈ 27 ആണ് 1.83 ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണോ? യെസ് സർ, ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ റീച്ച് ഇംപ്രഷൻ ഫ്രീക്വൻസി കണ്ടു. ഇവിടെയൊക്കെ വരുമ്പോൾ ഞാനിത് ഗൾഫാഡ് ആണ്. ഗൾഫാഡ് 10,000 പേര് കണ്ടു, അല്ലെങ്കിൽ ഇത് വന്നു. അത് കഴിഞ്ഞിട്ട് 1.79 ഫ്രീക്വൻസി. ഓരോന്നിനും അങ്ങനെയാണ്. 9.9K കണ്ടു, 11 കണ്ടു, അതിന് 1.2 ഫ്രീക്വൻസി. ഇവിടെ ഫ്രീക്വൻസി കുറവാണ്. 1.9 ഫ്രീക്വൻസി. ഇവിടെ 1.95 ആണ്. ഇവിടെ ഫ്രീക്വൻസി കുറച്ചും കൂടി ഉണ്ട്. ക്ലിയർ ആയി? അതായത് ചിലപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റ് ഓഡിയൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആഡ് കാണിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് തന്നെ ആഡിൽ എവിടെ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. എവിടെ ഞാൻ എവിടെ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ആഡ് 2 പ്രാവശ്യത്തിൽ കൂടുതൽ കാണിക്കാണ്ടിരിക്കാം, വേണമെങ്കിൽ ഒറ്റ പ്രാവശ്യത്തേക്ക് ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതായത് നമുക്കൊരു എവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട്. അതിൽ ഞാൻ ഏതൊരു ആഡിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് യൂണിക് റീച്ച് അല്ല, യൂണിക് ഇംപ്രഷൻ വേണം, ഒരാൾ പ്രാവശ്യത്തിൽ കൂടുതൽ കാണിക്കണമെന്ന് പറഞ്ഞു. അവയർനെസ് ക്യാമ്പയിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. ചിലവരിങ്ങനെ വീണ്ടും വീണ്ടും ബ്രാൻഡിങ് പർപ്പസിന് കൊണ്ട് വീണ്ടും 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 ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഫ്രീക്വൻസി കൂട്ടും. അതായത് ഒരാളെ മിനിമം 5-6 പ്രാവശ്യം കാണിച്ച് അവരുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കയറ്റാൻ നോക്കും. അത് വേറൊരു പരിപാടിയാണ്. അവിടെയാണ് ഈ സാധനത്തിന്റെ ഇമ്പോർട്ടൻസ് വരിക. അതാണ് റീച്ച് ഇംപ്രഷൻ ഫ്രീക്വൻസി. ചെറിയ ഐഡിയ കിട്ടിയോ? അതെ സർ. ഓക്കെ. അടുത്തത് ഡെഫിനിഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഓൾ ആഡ്സ്, ആക്റ്റീവ് ആഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഡെയിലി ബഡ്ജറ്റും അതുപോലെ തന്നെ പറഞ്ഞതാണ് ലൈഫ് ലോങ് ബഡ്ജറ്റും. ഓക്കെ. ഇനി നമുക്ക് ഇവിടുത്തെ എല്ലാ ഡേറ്റകളെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം. കണ്ട പല പരിപാടി നമുക്കിവിടെ ചെയ്യാം. ക്ലിയർ ആയോ? ഈ ഡേറ്റകളെ ഞാൻ നിങ്ങൾക്ക് ഒരു ഡേറ്റ ഡ്രിവണിനെ കുറിച്ചിട്ട് ഞാൻ എടുക്കുന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, എക്സലും പവർ ബിയും. ആ സെക്ഷനിൽ എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള ഡേറ്റ എടുത്തിട്ടുള്ള ഒരു അനാലിസിസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ക്ലിയർ ആയോ? എങ്ങനെയാണ് ഡേറ്റകൾ എടുത്തിട്ട് അതിന്റെ വിഷ്വലൈസേഷൻ ഉണ്ടാക്കുക. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും എല്ലാം ഉണ്ടാവും. അപ്പൊ ഇതിന്റെ ഒരു ഡേറ്റ വിഷ്വലൈസേഷൻ ഉണ്ട്. ആ വിഷ്വലൈസേഷൻ എടുത്ത് നമുക്ക് ഭയങ്കര, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ ഒരു 6 എൻക്വയറി വന്നിട്ടുണ്ട്. എൻ്റെ ഒരു പുതിയൊരു ക്ലയന്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, ഒരു റിയൽ എസ്റ്റേറ്റിന്റെ ക്ലയന്റ് ആണ്, ബാംഗ്ലൂരിലുള്ള. ഞാൻ അതിലുള്ള ഒരു ഇൻസൈറ്റ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. അതിനെയാണ് നിങ്ങൾ, അത് കുറെ എടുക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പൊ ഞാൻ ആ ഡേറ്റ ഡൗൺലോഡ് ചെയ്തു. അതിൽ 6 ഡേറ്റയാണ് പറഞ്ഞത്. ഈ 6 ഡേറ്റയിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് 1, 2, 3, ഫേസ്ബുക്കിൽ നിന്ന് 3. കണ്ട, ചിലപ്പോൾ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ കാണാൻ പറ്റും, ഞാൻ എഡ്യൂക്കേറ്റേഴ്സിന്റെ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ, അതായത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി 20 to 25 ആകുമ്പോൾ 99% ഇവിടെ കാണിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് എൻക്വയറി വന്നത്. അപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണം. അതാണ് ഡേറ്റ ഡ്രിവൺ എന്ന് പറയുന്നത്. നിങ്ങൾ ഡേറ്റയെ വെച്ചിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യാനുള്ള സ്കില്ല് നിങ്ങൾക്ക് വേണം. ആ അനലിറ്റിക്കൽ സ്കില്ലാണ് വെരി ഇമ്പോർട്ടൻറ്റ്. വെറുതെ ചെയ്തു പോയിട്ട് കാര്യമില്ല.
നിങ്ങൾക്ക് ഇപ്പം ഞാനിത് റിയൽ ഡേറ്റയാണ്, ഞാൻ ക്യാമ്പയിൻ ചെയ്തു, റിയൽ ഡേറ്റയാണ്, ഇതൊരു റിയൽ ഡേറ്റയാണ്. ഞാൻ ക്യാമ്പയിൻ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി 99% ഈ പ്ലാറ്റ്ഫോം മനസ്സിലായല്ലോ എല്ലാവർക്കും, ഇൻസ്റ്റാഗ്രാം ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ബഡ്ജറ്റ് ഞാൻ ആ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നിങ്ങൾ എന്ത് ചെയ്യണം? അൺചെക്ക് ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിൽ മാത്രമായിരിക്കണം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ്. അതാണ് നമ്മുടെ ഇൻസൈറ്റ്. അതിനെയാണ് ഡേറ്റ ഡ്രിവൺ. ഈ ഡേറ്റകളെ കുറിച്ച് എടുത്തിട്ട് നമ്മൾ അതിൽ നിന്നാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്. കാരണം വെറുതെ അതൊന്നും പറഞ്ഞിട്ടല്ല എടുക്കണം. ഇങ്ങനെ എടുക്കുന്ന ഡിസിഷൻ ആയിരിക്കും കുറച്ചും കൂടി ആക്യുറസി ഉണ്ടാവും, ആക്യുറേറ്റ് ആയിരിക്കും. കുറച്ചും കൂടി അല്ല, ഒരു 90% അബോവ് ആക്യുറസി റേറ്റ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഡേറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു അനലിറ്റിക്കൽ സ്കിൽ വേണം. നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് വരില്ല, ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു തോട്ട് തന്നതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണ് സാർ. അതുപോലെ തന്നെ പലതരം ഇൻഫോർമേഷൻസ് എടുക്കാം. ഇപ്പൊ ഇവിടെ ജോബ് ടൈറ്റിൽ, ഇവിടെ ടൈറ്റിൽ ഉണ്ട്, നമുക്കൊരു കസ്റ്റമറിന്റെ ടൈറ്റിൽ ഉണ്ട്. നമുക്ക് ഈ ടൈറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് ഞാനൊരു ബിൽഡറാണ്, ഒരു പ്രീമിയം ബിൽഡറാണ് ഇതിന്റെ ക്ലയന്റ്. ഇപ്പൊ ഇവിടെ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാണ്. അതാണ് അടുത്ത പോയിന്റ്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇത് നിങ്ങൾ വെറുതെ ഇങ്ങനെ ചെയ്തു പോകരുത്. ഇതൊക്കെ ചിന്തിക്കാനുള്ള കഴിവുണ്ടാവണം. നിങ്ങൾക്ക് മനസ്സിലായി ഏത് തരം പ്രൊഫഷനുള്ള ആൾക്കാരാണ് എൻക്വയറി നടത്തുന്നത്. നിങ്ങൾക്ക് ഒരു 50 ഡേറ്റ വന്നപ്പോൾ അവരുടെ പ്രൊഫൈൽ എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മെജോറിറ്റിയും ഈ തരത്തിലുള്ള പ്രൊഫൈലാണ്. ചിലർ പ്രൈവറ്റ് കമ്പനി ആയിരിക്കും, ചിലർ IT ജോബ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ജോബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലായി മെജോറിറ്റിയും ഇങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് പോയിട്ട് ആ പ്രൊഫൈലുള്ളവരെ മാത്രം നിങ്ങൾ ടാർഗറ്റ് ചെയ്യാൻ പഠിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആണ് സർ. അത് ചെയ്യുമ്പോൾ ആക്യുറസി ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഈ ഡേറ്റ ഡ്രിവൺ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞത്. ഞാൻ ഒരു 1 മില്യൺ എൻക്വയറി കിട്ടുന്നു പറഞ്ഞില്ലേ, ഞാൻ ഫുൾ ഡേറ്റ അനാലിസിസിലായിരുന്നു കളി. എനിക്കറിയില്ലായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡേറ്റ അനാലിസിസ് ആണെന്നുള്ളത്. എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാൻ 8-9 വർഷം മുന്നേ ചെയ്തതാണ്. ഞാൻ ചെയ്ത് ഇതിന്റെ ആ ചെയ്യുകയും എനിക്ക് റിസൾട്ട് കൂടുകയും എൻ്റെ ആക്യുറസി റേറ്റ് കൂടുകയും അണ്ടർസ്റ്റാൻഡിങ് പക്കയാവുകയും ഞാൻ എടുക്കുന്ന ഡിസിഷൻ കൃത്യമായിരുന്നു. അപ്പൊ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാനിത് ചെയ്തു പോകണം, കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ട്. അപ്പോഴാണ് ഞാനൊരു കോൺഫറൻസിന് ചെന്നപ്പോഴാണ്, ഡൽഹിയിൽ ഞാനൊരു കോൺഫറൻസിന് ചെന്നേക്കാണ്, ഡിജിറ്റൽ മാർക്കറ്റിംഗിന് എന്നൊരു ഇന്റർനാഷണൽ കോൺഫറൻസിന് ഞാൻ ചെന്നപ്പോൾ അവർ പറയാണ് ഡേറ്റ അനാലിസിസ് ആണ്, ഡേറ്റ ഡ്രിവൺ ആയിരിക്കണം എന്നുള്ളതൊക്കെ പറയാണ്. അപ്പോഴാണ് ഞാൻ ഈ ടേമുകൾ മനസ്സിലാക്കുന്നത്. ഇതിനൊക്കെ പറയുന്ന ടേമുകളാണല്ലോ ഇത്. ഡേറ്റകൾ എടുത്ത് പഠിക്കണം. അതാണ് ഡേറ്റ ഡ്രിവൺ എന്ന് പറയുന്നത്. നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് ഡേറ്റയാണ്, അല്ലാണ്ട് ലോജിക്കോ വേറെ ഒന്നല്ല. അത് നമ്മളൊരു ക്യാമ്പയിൻ ഉണ്ടാക്കുന്നു, ക്രിയേറ്റീവ് ഉണ്ടാക്കുന്നു, റിസൾട്ട് ഉണ്ടാക്കുന്നു. ആ റിസൾട്ടിനെ നമ്മൾ പഠിച്ച് നമ്മൾ അതിലൊരു ഇൻസൈറ്റുകൾ ഉണ്ടാക്കി അത് വച്ച് നമ്മൾ ക്യാമ്പയിനെ ഒപ്റ്റിമൈസ് ചെയ്യണം. അല്ലാണ്ട് ഇപ്പം നിങ്ങൾ നോർമലി ചെയ്യുന്ന പോലത്തെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ പേര് തന്നെ ഡേറ്റ ഡ്രിവൺ എന്ന് പറയാനുള്ള കാരണം അതാണ്. നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഒരു ബേസിക് ആഡ് ആയിരിക്കും പഠിപ്പിക്കണേ, എല്ലാവരും ആഡ് ചെയ്യുന്നതാണ്. പക്ഷെ നിങ്ങൾ ഓരോ ആഡ് ചെയ്യുന്ന അനുസരിച്ച് ഡേറ്റ കൂടി 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 വരും. ഇത് ഇത്ര ഇപ്പം ഞാനിപ്പോൾ 2 ദിവസം മുന്നേ തുടങ്ങിയതാണ്. ഇത് ഞാൻ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ 2ന്റെ 6 ഡേറ്റയുടെ 100-200 ഡേറ്റയായി. അപ്പൊ 200 ഡേറ്റ എടുത്തിട്ട് എൻ്റെ അനാലിസിസ് കുറച്ചും കൂടി ആക്യുറസി കൂടും. 300 ഡേറ്റ, അതാണ് ഡേറ്റ ഡ്രിവൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനത്തെ തരം ഇൻഫോർമേഷൻസ് നിങ്ങൾ ചില ഫേസ്ബുക്ക് ആഡ് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും, വളരെ കുറച്ച് ഇൻഫോർമേഷൻ ആയിരിക്കും അവർ കളക്ട് ചെയ്യുക. ചിലർ വളരെ സ്മാർട്ട്ലി കളക്ട് ചെയ്യും പല ഇൻഫോർമേഷൻസ്. അപ്പൊ നമുക്ക് പല ഇൻഫോർമേഷൻസ് ഉണ്ടെങ്കിലാണ് നമ്മുടെ അനാലിസിസ് കൃത്യമാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ പറഞ്ഞത് കിട്ടിയോ? അതിനാണ് ഈ ഡേറ്റ ഡ്രിവൺ എന്ന് പറയുന്നത്. ഇത് ഞാനൊരു റിയൽ സാധനം എടുത്ത് കാണിച്ചു തന്നു. കുറച്ചൊരു ഐഡിയ കിട്ടിയോ? അതെ. ഗുഡ്. ഈ ക്യാമ്പയിൻ കണ്ടോ? ഇതും ഭയങ്കര സക്സസ്ഫുൾ ക്യാമ്പയിനാണ്. അതായത് സുൽഫി ഹൃദിക്കൊക്കെ കണ്ട ക്യാമ്പയിൻ ഉണ്ട്.
48 ഇപ്പൊ ഈ മാസത്തെ ഉണ്ട് 48 81 എൻക്വയറിയാണ്. ഇത് വാട്സപ്പ് മെസ്സേജസ് ആണ്. ഓക്കെ, വാട്സപ്പ് മെസ്സേജസ് വന്നിരിക്കുന്നതാണ്. ഞാൻ നിങ്ങളുടെ അതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇറ്റ്സ് ഓക്കെ. കണ്ടോ, കേരളത്തിൽ നിന്ന് എനിക്ക് വന്നിരിക്കുന്ന 76, ഒരു എൻക്വയറി കോസ്റ്റ് 76 ഗൾഫിലാണെങ്കിൽ 126. അപ്പൊ ഞാൻ കണ്ട കേരളത്തിലും ഗൾഫിലും സെപ്പറേറ്റ് ക്യാമ്പയിൻ ചെയ്തു. ഞാൻ എൻ്റെ റിയൽ സാധനമാണ് കാണിച്ചത്. നിങ്ങൾക്ക് ഒരു ക്ലയന്റ് വന്ന് പറയുമ്പോൾ അവർ പറയും കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലും ഗൾഫിലും ഒക്കെ നിങ്ങൾ ടാർഗറ്റ് ചെയ്തോളാൻ പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഗൾഫിൽ തന്നെ പല കൺട്രിക്കും വേണ്ടിയിട്ട് നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുക. ഞാനിപ്പോ ഒരുമിച്ച് ഒറ്റ ഗൾഫാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ഓരോ ഗൾഫ് റീജിയനും സെപ്പറേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? ഇനി അവിടെ അതൊക്കെയാണ് നിങ്ങളുടെ ബ്രില്യൻസ്. അത് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാൻ ഒരു 1 മില്യൺ എൻക്വയറി എടുത്തു എന്ന് പറഞ്ഞല്ലോ, 1 മില്യൺ ഡാറ്റ എടുത്തു എന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ വേൾഡ് വൈഡ് ക്യാമ്പയിൻ ചെയ്യായിരുന്നു. കാരണം 176 രാജ്യത്ത് നമുക്ക് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്ത വേറൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ കൺട്രിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ആ കൺട്രിയുടെ മെയിൻ ഒരു ഇമേജ് നമുക്ക് കണക്ട് ചെയ്യും. കാരണം ആ കൺട്രിയുടെ ഓഡിയൻസ് ആയിട്ട് കണക്ട് ചെയ്യാൻ. അപ്പൊ സെപ്പറേറ്റ് ക്യാമ്പയിൻസ് ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ഉപയോഗിക്കുന്ന ക്രിയേറ്റീവ്സ്, ഇപ്പൊ UAE ആണെങ്കിൽ UAE കണക്ട് ചെയ്യുന്ന ഒരു ഇമേജ് ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. സൗദി ആണെങ്കിൽ സൗദിനെ കണക്ട് ചെയ്യുന്ന ഇമേജ്. അപ്പൊ സൗദിയിലെ ഓഡിയൻസിനെ ഇത് ചെയ്യും. നമ്മളിവിടെ മലയാളി ഓഡിയൻസ് ആയതുകൊണ്ട് ഞാനത് അപ്ലൈ ചെയ്യാത്തത്. ക്ലിയർ ആയത്? നിങ്ങൾ ആ സൗദിക്കാരാണ് ടാർഗറ്റ് ചെയ്യണേ, അല്ലെങ്കിൽ UAE-ക്കാരാണ് ടാർഗറ്റ് ചെയ്യണേ. അപ്പൊ ആ തീമുകൾ നിങ്ങൾക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതാണ് പലതരം ക്യാമ്പയിൻസ് ഉണ്ടാക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞു, അതാണ് സ്ട്രാറ്റജീസ്. ക്ലിയർ ആയോ? അതാണ് സ്ട്രാറ്റജീസ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ് സ്ട്രാറ്റജി. നിങ്ങൾക്ക് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ വിജയിക്കാൻ പറ്റും. ടൂള് പഠിച്ചോട്ട് വിജയിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഇന്റർനെറ്റ് ലീഡ്സിന് ചെയ്യാൻ പറഞ്ഞത്, അങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾക്കൊരു ഐഡിയ തന്നതാണ്. ഈ സ്ട്രാറ്റജിയും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാകുമല്ലോ. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ട് കറക്റ്റ് എന്താ, നിങ്ങൾ ചിലത് വർക്കൗട്ട് ആവില്ല, റിസൾട്ട് ആവുന്ന കാര്യമില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, കുറച്ച് ക്ഷമ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വരും. ഇപ്പൊ ഞാൻ നമ്മുടെ അടുത്ത നമ്മൾ ഇത് കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട വേറൊരു മെയിൻ ടോപ്പിക് എടുക്കുമ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് എനിക്ക് തോന്നുന്ന ഒരു 25 പിള്ളേരെങ്കിലും കയറാം. കുറെ പിള്ളേർ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഈ ആഡിന്റെ ഒരു റിസൾട്ടാണ്. ഈ ആഡ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചിരിക്കും. അത് റെസ്പോണ്ട് ചെയ്യാൻ ആ സെയിൽസിന്റെ ടെക്നിക്ക് നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഞാൻ അടുത്ത ആഴ്ച ഒരു ദിവസമായിരിക്കും സെയിൽസിന്റെ. ഓൾറെഡി എനിക്ക് തോന്നുന്നു സുൽഫിയ വീഡിയോസ് കണ്ടതാണ്. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുള്ളൂ. അപ്പൊ അതും നിങ്ങൾ കൂടി, അപ്പൊ നിങ്ങൾക്ക് ഒരു ഡേറ്റ എടുക്കുന്നു, നിങ്ങൾ തന്നെ അതിനെ പ്രോസസ്സ് ചെയ്യണം. അതാണ് നിങ്ങൾ അതും കൂടി പഠിച്ചത് നിങ്ങൾ അൾട്ടിമേറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പൊ സുൽഫിക്ക് ഓൾറെഡി കൗൺസിലിംഗ് അറിയാം. സുൽഫി ഡേറ്റ എടുക്കാനും, ഇപ്പൊ സുൽഫിക്ക് ഡേറ്റ എടുക്കാൻ ഒരു ഐഡിയ ഉണ്ട്. സുൽഫി ശരിയാണോ? അതെ അതെ. സുൽഫി തന്നെ ഡേറ്റ എടുക്കുന്നു. സുൽഫി പറയാണ് ഞാൻ തന്നെ ക്യാമ്പയിൻ ചെയ്തോളാം, ഞാൻ തന്നെ ഡേറ്റ എടുത്തോളാം, ഞാൻ തന്നെ അഡ്മിഷൻ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുൽഫിനെ ബീറ്റ് ചെയ്യാൻ അവിടെ ആർക്കും പറ്റില്ല. അപ്പൊ അതെങ്ങനെയാന്നുള്ളതാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ. അത് നിങ്ങൾക്ക് ഞാൻ ഈ തോട്ട് പറയുന്നത്, ഞാനിപ്പോ നമ്മളിവിടെ പറയുന്നത് സോഷ്യൽ മീഡിയയിലെ ക്ലാസ് ഇതാണെ കുറിച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ ചിലവര് SEO നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, SEO എന്ന് പറഞ്ഞാൽ ടൈം എടുക്കുന്ന സാധനമാണ്. ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഗൂഗിൾ ആഡ് എങ്ങനെയാണ്, നാളത്തെ നമ്മൾ ലിങ്ക്ഡിൻ്റെ ഉണ്ട്. ലിങ്ക്ഡിനിൽ എങ്ങനെ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്നത്, ലിങ്ക്ഡിനൊക്കെ എളുപ്പമാണ്, സേഫ് കോൺസെപ്റ്റ് ആണ്. ലിങ്ക്ഡിനെ എങ്ങനെയാണ് നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ചിലപ്പോൾ ലിങ്ക്ഡിൻ ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ ഡേറ്റ എടുക്കണു, എടുക്കുന്ന ഡേറ്റ ഇങ്ങനെയാണ്. നമുക്ക് ഡേറ്റ എടുക്കുക. നിങ്ങൾ ക്യാമ്പയിൻ ചെയ്ത് നിങ്ങൾക്ക് ഡേറ്റ വരും, 100% ഡേറ്റ വരും. എടുക്കുന്ന ഡേറ്റയെ നിങ്ങൾ എങ്ങനെയാണ് പ്രോസസ് ചെയ്യേണ്ടത്? ഇപ്പൊ എല്ലാ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനും വിചാരമുണ്ട് ഇതൊന്നും ഞങ്ങളുടെ ഭാഗമല്ല, അതൊക്കെ സെയിൽസിന്റെ ആൾക്കാരെ ചെയ്യേണ്ടത്. അത് ആ കാലഘട്ടമൊക്കെ പോയി. ആ മൈൻഡ് സെറ്റ് മാറിയിട്ട് വേണം നിങ്ങൾ ഇരിക്കാൻ. നിങ്ങൾ തന്നെ ക്യാമ്പയിൻ ചെയ്യുന്നു, ഡേറ്റ എടുക്കുന്നു, നിങ്ങൾ തന്നെ അതിനെ ക്ലോസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് കസ്റ്റമറിന്റെ ഫീഡ്ബാക്കുകൾ അറിയാൻ പറ്റും. നിങ്ങളായിരിക്കും അവിടുത്തെ ഏറ്റവും പ്രോമിനന്റ് റോൾ. നിങ്ങളെ ബീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഡേറ്റ എടുക്കുന്നു, നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നു, നിങ്ങളുടെ സ്ട്രാറ്റജി. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? എന്താണ് ഡേറ്റ ഡ്രിവൺ? ഇനി ഈ ഫേസ്ബുക്കിലുള്ള ഞാൻ വേറൊരു അതിൻ്റെ വേണ്ടി ഒരു സ്പെഷ്യൽ ക്ലാസ് ഉള്ളതാണ്, ഏജൻസിയുടെ ഒരു ക്ലാസ് ഉള്ളതാണ്. എന്നാലും ഞാൻ ഇതിൻ്റെ ഒരു
എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ക്ലയന്റിൽ നിന്ന് പേയ്മെന്റുകൾ വാങ്ങാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയണം. എല്ലാവർക്കും താല്പര്യമാണത്? അതെ. എനിക്കറിയാം നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം അതായിരിക്കുന്നു. അത് ശരിക്കും ശ്രദ്ധിക്കാം. അതൊരു ഗെയിമാണ്. നിങ്ങൾക്ക് ഇനി പറഞ്ഞാൽ മനസ്സിലാവും. ഇനി നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾക്കൊരു വർക്ക് എടുത്ത് ചെയ്യാം. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിൽ ആഡ് ഇടാം. നിങ്ങൾക്ക് അവർക്ക് ഡാറ്റ ജനറേറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് 100-1000% പറ്റും. നിങ്ങളത് ചെയ്തു കൊടുക്കുക ഒരു ക്ലയന്റ്. ചിലപ്പോൾ ഫ്ലോപ്പ് ആവും. എല്ലാവരും വിജയിക്കണമെന്നൊന്നുമില്ല. ബിസിനസ്സാണ്, എല്ലാം വിജയിക്കും. അതിനൊരു സക്സസ്ഫുൾ ഫോർമുലയില്ല. ഞാൻ പറയുന്നത് ധൈര്യമായിട്ട് ചെയ്യുക. ഫ്ലോപ്പ് ആവും, തെറ്റും, വീണ്ടും ചെയ്യുക. ചെറിയ ബഡ്ജറ്റ് ഉണ്ട്, ചിലപ്പോൾ വലിയ റിസ്ക് ഉണ്ടാവില്ല. ഓക്കെ. ഇതിന്റെ പേയ്മെന്റ് വാങ്ങണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പലതരം മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിലേക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഏതൊക്കെ മെത്തേഡ് ഉപയോഗിക്കുക, ഇതിനൊരു ഫിക്സഡ് റൂളില്ല, ഇങ്ങനെ വാങ്ങാവുന്നില്ല. ഒരു മോഡൽ എന്ന് പറയുന്നത് ഒരു ക്ലയന്റിന്റെ അടുത്തുനിന്ന് ആ ക്ലയന്റിന്റെ അടുത്ത് ചോദിക്കുക, നിങ്ങളുടെ ഒരു ആവറേജ് ബഡ്ജറ്റ് എത്രയാണെന്ന് ചോദിക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു മിനിമം ഒരു 10,000 എങ്കിലും ഒരു മാസം മുടക്കാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യരുത്. അവരായിട്ട് മിനിമം എങ്കിലും 10,000 മുടക്കാം. അപ്പോൾ മുടക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, എൻ്റെ ഒരു സർവീസ് ചാർജ് എന്ന് പറയുന്നത് 10% or 15% എന്ന് പറയാം. 10 or 15%. അതാണ് നോർമലി ആൾക്കാർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, 10,000 rupees ബഡ്ജറ്റ് ഉള്ള ഒരു ക്ലയന്റിന് ഞാൻ 1,500 വാങ്ങാനിരിക്കുന്നത്. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അവർക്ക് ചെയ്യണോ വേണ്ടെന്നുള്ളത്. ഇപ്പം എൻ്റെ അടുത്തേക്ക് ഒരു ക്ലയന്റ് വന്നാൽ ഞാൻ അവരുടെ അടുത്ത് മിനിമം 1 lakh ഉണ്ടെങ്കിൽ, ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തുടർന്ന് സംസാരിക്കില്ല. കാരണം ഞാൻ എക്സ്പീരിയൻസ് ആയി, അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ സംസാരിക്കില്ല. അതാണ് നമ്മുടെ അപ്രോച്ച്. അല്ലെങ്കിൽ ഞാൻ പറയും, എനിക്കൊരു മാസം ഇത്ര ഫിക്സഡ് എമൗണ്ട് എനിക്ക് കിട്ടണം. നിങ്ങൾ എത്ര സ്പെൻഡ് ചെയ്താൽ ഐ ഡോണ്ട് കെയർ. ഇപ്പൊ 10,000 മുടക്കണം, ഞാൻ പറയും എനിക്ക് മിനിമം ഒരു 5,000 തന്നാലേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറയും. ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ഇടുന്ന എഫേർട്ട് അത് നിങ്ങളെ ക്ലയന്റുകളും ബഡ്ജറ്റുകളും അവരുടെ ബിസിനസ്സുകളും നോക്കിയിട്ട് വേണം നിങ്ങൾക്ക് അത് കടന്ന് പ്ലേ ചെയ്യാൻ. പറയുന്നതിന് ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. ഓക്കെ. അപ്പൊ ചിലപ്പോൾ ഒരു 1 lakh ബഡ്ജറ്റ് ഒക്കെ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 15-20% വരെ മന്ത്ലി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യായമായിട്ടുള്ള എമൗണ്ട് കിട്ടും. നിങ്ങൾക്ക് ഒരു 5-8 ക്ലയന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ലൈഫ് നിങ്ങളുടെ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പോകും. അടിപൊളിയായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പോകും. പിന്നെ അവരുടെ ബഡ്ജറ്റും കാര്യങ്ങളും കൂടുന്നതനുസരിച്ച് നിങ്ങൾ പുതിയ പുതിയ ക്ലയന്റുകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി. ഓക്കെ. അപ്പോൾ അതാണ് ഒരു മോഡൽ എന്ന് പറയുന്നത്. ഒരു 10-15% ഇത്ര ഒരു ഫിക്സഡ് എമൗണ്ട് വാങ്ങാം. ഇനി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇവിടെ ഫേസ്ബുക്കിൽ ആഡ് ചെയ്യുമ്പോൾ നല്ല ക്രിയേറ്റീവ്സ്, നല്ല ഫ്രീലാൻസറെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നിങ്ങൾ തന്നെ ക്യാൻവയിൽ കിടന്ന് ചെയ്യരുത്. നിങ്ങളിപ്പോൾ എൻ്റെ തന്നെ ഓരോ ക്രിയേറ്റീവ്സ് കാണുമ്പോൾ അറിയാൻ പറ്റും, വളരെ ബ്യൂട്ടിഫുൾ ഉള്ള ക്രിയേറ്റീവ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. നല്ല പ്രൊഫഷണൽസിനെ കൊണ്ട് പൈസ മുടക്കി ചെയ്യിക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ ക്രിയേറ്റീവ്സ് വേണം നിങ്ങൾ എപ്പോഴും ചെയ്യാൻ, എപ്പോഴും ശ്രദ്ധിക്കാൻ. ഓക്കെ. അതൊരു ചിലവുണ്ട്. ഇപ്പോൾ ക്രിയേറ്റീവ്സ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റണം, അതൊരു എക്സ്പെൻസ് ആണ്. അതൊക്കെ കണ്ടിട്ട് വേണം നിങ്ങൾ റേറ്റ് പറയാൻ. അല്ലാണ്ട് നിങ്ങൾ ആകെ ഒരു 1,500 പറഞ്ഞു, ഡിസൈനർക്ക് കൊടുക്കണം 1,000 രൂപ, നിങ്ങൾക്കൊന്നും കിട്ടില്ല. അങ്ങനെ ചെയ്യരുത്. അത് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഇടുന്ന എഫേർട്ടിന് എനിക്ക് ഇത്ര പൈസ കിട്ടണം എന്നുള്ളത്. അത് നിങ്ങളുടെ മനസ്സിൽ വേണം. നിങ്ങൾ പറയണം, നിങ്ങൾ എത്രയാണോ ചെയ്ത് കുഴപ്പമില്ല, എനിക്കൊരു മിനിമം ഒരു ഇത്ര എമൗണ്ട് കിട്ടണം, അല്ലെങ്കിൽ ഒരു 5,000 rupees എങ്കിലും കിട്ടണം. ഒരു ക്ലയന്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 5,000 rupees എങ്കിലും ഒരു മാസം കിട്ടാണ്ട് ചെയ്തിട്ട് കാര്യമില്ല. പല ക്ലയന്റുകൾ നിങ്ങൾ ആഡ് ചെയ്യുക, പിന്നെ ബഡ്ജറ്റ് കൂടുന്നതനുസരിച്ച് ചെയ്യാം. ഞാൻ ചെയ്യുന്ന വേറൊരു മോഡൽ പറയാം. അതാണ് ആക്ച്വൽ ബ്രില്യൻറ്റ് മോഡൽ. ചില ക്ലയന്റുകളുടെ അടുത്ത് ഞാൻ പറയും, നിങ്ങൾ എനിക്ക് ഇത്ര എമൗണ്ട് തരണം. ഞാൻ സപ്പോസ് പറയാം 50,000 രൂപ 1 lakh തരണം. അപ്പൊ ഞാൻ പറയും, ഈ 1 lakh വെർത്താക്കുന്ന ലീഡും ബിസിനസ് നിങ്ങൾക്ക് കിട്ടും പറയും. 1 lakh വെർത്താക്കുന്ന, അപ്പൊ അതിന് കോൺഫിഡൻസ് വേണം, ക്വാളിറ്റി ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ പഠിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ പറ്റൂ. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? മനസ്സിലായി. വേറെ ഞാൻ ഒന്നുകൂടി പറയാം. സുൽഫിക്ക ബിസിനസ്സിലുള്ളതുകൊണ്ടാണ് മനസ്സിലായെന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഏറ്റവും സ്മാർട്ട്. ആ സ്മാർട്ട്നെസ്സിലേക്ക് നിങ്ങൾ എപ്പോൾ എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആ ക്ലയന്റിന് ഇതുവഴി കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ വെറുതെ ഒരു ഡോങ്കീസിന്റെ പോലെ ചെയ്തു കൊടുക്കരുത്. നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത് നോർമലി ആൾക്കാർ ചെയ്യുന്നതല്ല, നിങ്ങൾ ബിസിനസ്സാണ് കൊടുക്കുന്നത്. നിങ്ങളൊരു ബിസിനസ് കൊടുക്കുമ്പോൾ, ഞാനിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയാം.
എനിക്ക് റിയൽ എസ്റ്റേറ്റ് ക്ലയൻറ്റുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എഡ്യൂക്കേഷനാണ് 99% ചെയ്യണം. പക്ഷെ ഞാൻ 1-2 റിയൽ എസ്റ്റേറ്റുകൾ ചെയ്യാറുണ്ട്, ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കാരണം റിയൽ എസ്റ്റേറ്റുകാരുടെ ഒരുപാട് പൈസയാണ്. റിയൽ എസ്റ്റേറ്റുകാർ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, 1 കോടിയുടെ ഡീല് ഒരു റിയൽ എസ്റ്റേറ്റുകാർ നടത്തിയാൽ, ഒരു ബ്രോക്കർ വഴി നടത്തിയ ആൾക്ക് ഒരു 3 ലക്ഷം രൂപ കൊടുക്കണം. നമ്മുടെ കേരളത്തിൽ, ഗൾഫിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കേരളത്തിൽ 3% ആൾക്ക് കിട്ടും. 1% ആരാണോ കൊടുക്കുന്നത്, അല്ല ആരാണോ വാങ്ങണത്, 2% ആരാണോ വാങ്ങുന്നത്, 1% ആരാണോ കൊടുക്കുന്നത്, അങ്ങനെ 3%. അതായത് 1 കോടിയുടെ കച്ചവടം നടന്നാൽ 3 lakhs ആ ബിൽഡർ നമുക്ക് കിട്ടും. അപ്പൊ ബിൽഡർ 1 കോടിയുടെ കച്ചവടത്തിന് 3 lakhs കൊടുക്കുവാൻ തയ്യാറാണ് നോർമലി. അങ്ങനെയുള്ള ഒരു ബിൽഡർ ഈവൻ 1 lakh, ഈവൻ ബിൽഡറിന്റെ സൈഡിൽ നിന്ന് 2 ലക്ഷം പോണതാ ഒരു ഡീൽ നടന്നാൽ. അല്ല സോറി കേട്ടോ, 3 ലക്ഷം അല്ല 2 ലക്ഷം പോണതാ. അങ്ങനെയുള്ള ഒരു ബിൽഡർ ഒരു ഡീലിന് ഈവൻ 50,000 രൂപ കൊടുക്കാൻ തയ്യാറാണ്, ഒരു മടിയില്ല. അപ്പൊ നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റയിൽ നിന്ന് നിങ്ങൾ ഒരു 100 ഡേറ്റ കൊടുത്താൽ അതിൽ നിന്ന് അവർക്ക് എത്ര ഡീൽ വന്നു, നിങ്ങൾ എത്ര സ്പെൻഡായി എന്നുള്ളത് മനസ്സിലാക്കിയ അനുസരിച്ച് നിങ്ങൾക്ക് റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവരത് തരും. ഇപ്പൊ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ? അതെ, മനസ്സിലായി. അവിടെ അതാണ് ബ്രില്യൻസ്. അത് നിങ്ങൾക്ക് ബിസിനസ് അറിയണം. ഇവിടെയുള്ള 99% ആൾക്കാർക്കും അറിയില്ല, എന്തൊക്കെയോ ചെയ്തിരിക്കുകയാണ്. ഞാൻ എന്നിലൂടെ പോയവരാണ് അതിനെക്കുറിച്ച് കുറെ കൂടി പഠിച്ച് പോയിക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ മാർക്കറ്റിംഗ് ആണെന്ന് പറയുന്നത്. ഇവിടെ ടെക്നിക്കൽ ആൾക്കാർ വരും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സുൽഫിയുടെ പോലത്തെ ടെക്നിക്കൽ, സുൽഫിയുടെ IT ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ, പിന്നെ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ടാണ് കോൺസെപ്റ്റ് തോട്ടുകൾ മാറുന്നത്. ഞാനോ കാറ്റഗറി തന്നെയായിരുന്നു. ഞാൻ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് പിന്നീടാണ് മാർക്കറ്റിംഗ് ബിസിനസ് ഞാൻ പഠിച്ചിട്ടാണ് എനിക്കിതിൻ്റെ ആക്ച്വൽ ഗെയിം മനസ്സിലായത്. വെരി ഇൻട്രസ്റ്റിംഗ് ആണ് ബിസിനസ് എന്ന് പറയുന്നതും മാർക്കറ്റിംഗ് എന്ന് പറയുന്നതും. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പല കാര്യങ്ങൾ നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഒരു ക്ലയന്റിന് എടുക്കുമ്പോൾ, ഒരു ക്ലയന്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് പറയാതെ എനിക്ക് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ചെയ്തു തരാമോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പ്രൊഡക്റ്റ് പഠിക്കുക, അതൊന്ന്. രണ്ടാമത്തത്, അവർക്ക് അതിൽ നിന്നും ഒരു ഡീലിൽ നിന്നും എന്ത് ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ മനസ്സിലാക്കി ഒരുപാട് ഗുണമുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഡീലിന് എത്ര സ്പെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ഒരു അഡ്മിഷൻ, ഒരു ബിസിനസ് എനിക്ക് ഇത്ര സ്പെൻഡ് ചെയ്യാം എന്നുള്ള ഒരു ക്ലാരിറ്റി കിട്ടും. ആ ക്ലാരിറ്റി കിട്ടിയാലാണ് നിങ്ങൾക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുള്ളൂ, ക്യാമ്പയിനെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ക്യാമ്പയിൻ്റെ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ നിങ്ങൾ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യും? ബഡ്ജറ്റ് ഫിക്സിങ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ലയൻറ്റ് അടുത്ത് നിങ്ങൾ ചോദിക്കണം, ഞാനീ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? അതെ സർ. ഇൻട്രസ്റ്റിംഗ് ആണോ? അത് ബോറടിക്കാണോ? അതെ. ബോറടിക്കാണ്. അല്ല, ഇൻട്രസ്റ്റിംഗ് ആണ്. ശരി, ഇത് പൈസ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. നിങ്ങൾ അത്യാവശ്യം ചെയ്തു, അത്യാവശ്യം പഠിച്ചു. ഇനി അടുത്ത ലെവലിലേക്ക് ഞാൻ പറയുന്നതാണ്. ഓക്കെ, ഫാത്തിമ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ട്. ഫാത്തിമ ഒരു കാര്യം തീരുമാനിച്ചു, പുറത്തേക്ക് ഇനി കൊടുക്കണില്ല, നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആയി. അപ്പൊ ഈ ബിസിനസ് ഓണറിന്റെ കേസ് പറയാം. ഫാത്തിമ ബിസിനസ് ഓണർക്ക് അറിയൂ എത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും, എനിക്ക് ഇത്ര മെച്ചമുണ്ട്, ഇത്ര സ്പെൻഡ് ചെയ്യാലോ, ഇത്ര ഒന്നുകൂടി ബഡ്ജറ്റ് കൂട്ടാലോ. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാനിപ്പോ പറഞ്ഞ ഫാത്തിമയ്ക്ക് മനസ്സിലായോ? ചിലവര് ക്ലയന്റിന്റെ അടുത്ത് പറയില്ല എനിക്ക് ഒരു ഡീലിന് ഇത്ര സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണെന്ന് അവർ പറയില്ല. കാരണം ക്ലയന്റ് കുറച്ചുകൂടി കൂടുതൽ സ്പെൻഡ് ചെയ്യാം. പക്ഷെ ഞാൻ ബിസിനസ് ഓണറാണ്, ഞാൻ ക്യാമ്പയിൻ ചെയ്യുന്നു, എനിക്കറിയാം എത്ര സ്പെൻഡ് ചെയ്യണം. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകുന്നത്. എനിക്കൊരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുപോകും. ക്ലിയർ? ഓക്കെ, അപ്പൊ അത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയുന്നത്, നിങ്ങൾ ഒരു പ്രൊജക്ട് കിട്ടിയാൽ എത്രയാണെന്നുള്ളത് ക്ലിയർ ചെയ്ത് പഠിക്കാൻ. അത് നിങ്ങൾക്ക് ആ ഒരു ബ്രില്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഇവർക്ക് ഇപ്പൊ സുൽഫിയുടെ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൽ എത്രയാണ് അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് സുൽഫിക്ക് അറിയാമോ? എല്ലാം പറയില്ല അവര്. പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്തെടുക്കാം, ഇതാണ് കാര്യങ്ങൾ ഏകദേശം. യൂണിവേഴ്സിറ്റി ഫീസ് ഒന്നും അവർ പറയില്ല, പക്ഷെ നല്ല നെറ്റ്വർക്ക് പിടിച്ചാൽ കിട്ടാവുന്ന കാര്യങ്ങളാണ്. അതാണ് അവർ പറയില്ല, അതവരുടെ ബിസിനസ്സാണ്. അത് നിങ്ങൾ എപ്പോഴേ മനസ്സിലാക്കുന്നു. അതാണ് ആ തോട്ട് ലെവൽ അങ്ങനെ പോകണം എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? അതുകൊണ്ടാണ് ആ തോട്ട് ലെവൽ അങ്ങനെ പോകണം എന്ന് പറഞ്ഞാൽ. ആ തോട്ട് ലെവൽ അങ്ങനെ പോയി സ്ലോലി നിങ്ങൾ അതിലേക്ക് എത്തും പയ്യെ. അപ്പോഴാണ് നിങ്ങൾ വേറൊരു ലെവലോട്ട് ചെയ്യാനും ചിന്തിക്കാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ബിസിനസ് എത്ര അത് നിങ്ങൾ പല ട്രിക്കിലും ചോദിക്കാം. ഇപ്പൊ എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ അവർ സുൽഫിക്ക് അറിയാൻ പറ്റും
നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചോദിക്കും ഒരു ഡീൽ കിട്ടാൻ എത്ര രൂപ വരെ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്? അതിനെ പറയുന്നതാണ് കോസ്റ്റ് പെർ അഡ്മിഷൻ, അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് കോസ്റ്റ് പെർ ലീഡ്, അല്ല കോസ്റ്റ് പെർ ലീഡ് അല്ല, കോസ്റ്റ് പെർ കൺവേർഷൻ, അല്ലെങ്കിൽ അതിനെ പറയുന്നതാണ് കോസ്റ്റ് പെർ അക്വിസിഷൻ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. ഞാനിന്ന് 10,000 രൂപ മുടക്കി, എനിക്ക് 100 എൻക്വയറി വന്നു, 10 എണ്ണം കൺവേർട്ടായി, എനിക്ക് ഒരു കൺവേർഷൻ എനിക്ക് 1000 രൂപ ആയിട്ടുള്ളൂ. ക്ലയന്റ് ചിലപ്പോൾ ഒരു കൺവേർഷൻ 5000 രൂപ പ്രോഫിറ്റ് ഉണ്ടാവും, ചിലപ്പോൾ 2000-3000 രൂപ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്ര രൂപ കിട്ടി, നിങ്ങൾക്ക് ഒന്നും കൂടി ബഡ്ജറ്റ് കൂട്ടാം. കാരണം നിങ്ങൾക്ക് ഓൾറെഡി 1000 രൂപ ഡീൽ നടക്കുന്നുണ്ട്, ക്ലയന്റ് 4000 രൂപ സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. ഒന്നും കൂടി നിങ്ങൾ കൂട്ടി കുറച്ചുകൂടി കൂടുതൽ ഡേറ്റ് എടുക്കാം. അതാണ് സ്ട്രാറ്റജി, അതിനാണ് ബഡ്ജറ്റിംഗ് അറിയണം എന്ന് പറഞ്ഞത്. ക്ലിയർ ആയോ? കുറച്ച് ഇല്ല, അതെ. കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വന്നോ? ഓക്കെ. സാർ അപ്പൊ ഇത് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കുഞ്ഞു വർക്ക് എടുത്തോളൂ, ക്യാമ്പയിൻ ചെയ്യുക, അത്രേ ഉള്ളൂ പരിപാടി. ആഡ്സ് മാനേജർ ചെല്ല, ക്യാമ്പയിൻ ചെയ്യുക. നാളെ ഞാൻ നിങ്ങൾക്ക് വേറെ കുറച്ചുകൂടി അഡ്വാൻസ് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഇനി ഇതിലുള്ള വേറൊരു ആപ്പ് പ്രൊമോഷനെ കുറിച്ചിട്ടാണ്. ഞാൻ ലീഡും കാണിച്ചത്, എൻഗേജ്മെന്റ് ട്രാഫിക്കും കാണിച്ചതാണ്, അവയർനെസ്സും കാണിച്ചതാണ്. ഇനി അടുത്തതാണ് ആപ്പ് പ്രൊമോഷൻ. അധികാരോട് ചെയ്യുന്നില്ല കേട്ടോ മൊബൈൽ ആപ്പ് പ്രൊമോഷൻ്റെ പരിപാടി. നമുക്ക് നമ്മുടെ ആപ്പ് ഇവിടെ പ്രൊമോട്ട് ചെയ്യാം. നിങ്ങൾ ചില ആഡുമ കണ്ടിട്ടില്ലേ? ഇപ്പൊ ആഡുമ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ പോണേ? ഒന്നല്ലെങ്കിൽ ലീഡ് വരും, എൻക്വയറി ഫോം വരും, അല്ലെങ്കിൽ ട്രാഫിക് വരും, വാട്സപ്പ് വരും. ഇനി നമുക്ക് ഫേസ്ബുക്ക് ആഡുമ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ആപ്പ് സ്റ്റോറിലേക്ക് വിടാം, അല്ലെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിലേക്ക് വിടാം. ഇപ്പൊ ചില ഇ-കൊമേഴ്സ് സൈറ്റ് ഉണ്ട്, അവർക്ക് ഒരു മൊബൈൽ ആപ്പ് ഉണ്ട്, അതിന്റെ ഡൗൺലോഡ് കൂട്ടണം. അതാണ് ആപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അവരുടെ ഡൗൺലോഡ് കൂട്ടണം. നിങ്ങളുടെ അടുത്തൊരു ക്ലയന്റ് എന്ന് പറയാണ്, ഐ ഹാവ് എ മൊബൈൽ ആപ്പ്, ഐ വാണ്ട് ടു പ്രൊമോട്ട് ഇറ്റ്. അപ്പൊ നിങ്ങൾ പറയും, അയ്യോ മൊബൈൽ ആപ്പ് എനിക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പരിചയമില്ല, മൊബൈൽ ആപ്പ് എനിക്ക് അറിയില്ല, ഞാൻ വേണമെങ്കിൽ വേറെ ലീഡ് ഉണ്ടാക്കി തരാം എന്നല്ല പറയണേ. അതിൻ്റെ ഉള്ളൊരു ഓപ്ഷനാണ് ആപ്പ് പ്രൊമോഷൻ. നമുക്ക് സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അതിൻ്റെ ഏറ്റവും നല്ല മീഡിയയാണ്. കാരണം ഇതെല്ലാം ആക്സസ് ചെയ്യുന്നത് മൊബൈലിലാണ്. അപ്പോൾ ഏറ്റവും നല്ല മീഡിയമാണ് ആപ്പ് പ്രൊമോഷൻ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്ലയൻറ്റിൻ്റെ സാധനം നിങ്ങൾക്ക് ഇവിടെ പ്രൊമോട്ട് ചെയ്യാം. അപ്പം നിങ്ങളതിന് ആപ്പ് ഇത് ക്ലിക്ക് ചെയ്യുക, കണ്ടിന്യൂ. ഒക്കെ സെയിം ആണ് കേട്ടോ, എല്ലാം ഇവിടെ ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ. ഇവിടെ ഓപ്ഷൻ, ഇൻസൈറ്റ് അതൊക്കെ സെയിം ആണ്. കണ്ട് ഇവിടെ ഗൂഗിൾ പ്ലേ, ഇവിടെ നമുക്ക് ആപ്പ് നെയിം സെർച്ച് ചെയ്യും. ഇപ്പം നമ്മുടെ ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്ങിൻ്റെ ആപ്പാണ് ഇന്റർനെറ്റ് ലീഡ്സ് ട്രെയിനിങ്. ഉണ്ടോ? എൻ്റെ ആപ്പ് ഇവിടെ വന്നു, ഇതിവിടെ സെലക്ട് ചെയ്യാം. കണ്ടോ? ഞാൻ ആപ്പുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ആൾക്കാർ ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് പോകും. ബാക്കിയൊക്കെ സെയിം ആണ്. ആപ്പ് ഞാൻ സെലക്ട് ചെയ്തു, ബഡ്ജറ്റ് സെറ്റ് ചെയ്തു, അതുകൊണ്ട് എത്ര ലിങ്ക് ക്ലിക്ക് കാര്യങ്ങളും കിട്ടി. നമുക്ക് ലൊക്കേഷൻ കൊടുക്കാം, നമ്മുടെ ആഡ് അവിടെ ആയിരിക്കും കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടിക്കുക. ഓക്കെ, ഇവിടെ നമ്മുടെ ഫേസ്ബുക്കിന്റെ പേജ് സെലക്ട് ചെയ്യുക. ഇവിടെ ആപ്പിന്റെ URL ഉണ്ട്, ആഡ് സെറ്റപ്പ് ഉണ്ട്, ക്രിയേറ്റ് ആഡ് ഉണ്ട്, മാനുവൽ അപ്ലോഡ് ചെയ്യാം, സിംഗിൾ ഇമേജ്. ഇവിടെ നമ്മുടെ ഡീപ്പ് ലിങ്കിന്റെ ആവശ്യമില്ല. ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ഫേസ്ബുക്ക് പേജ്. ഓക്കെ, സോറി, ഇവിടെ ഫേസ്ബുക്ക് പേജ് സെലക്ട് ചെയ്യണം. കണ്ട, ഇൻസ്റ്റാൾ നൗ എന്ന് വരാണ് ആപ്പ്. ആഡുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ എവിടേക്ക് പോകും? ഈ പ്ലേ സ്റ്റോറിന്റെ ലിങ്കിലേക്ക് പോകും. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് ഇവിടെ കൊടുക്കാം. ഇവിടെ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഈ ഇമേജിൽ നമ്മൾ പറയും, ഞാൻ അത് ആദ്യം ചെയ്തതാ. ഈ ഇമേജിൽ ഇങ്ങനെ കാണിക്കും ഡൗൺലോഡ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ പലതും? എന്നിട്ട് പറയാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ മൊബൈൽ ആപ്പ് ഓൺലി 999 ഡൗൺലോഡ് നൗ. നേരെ ക്ലിക്ക് ചെയ്ത് നേരെ ഡൗൺലോഡിലേക്ക് പോകാം. ക്ലിയർ ആയോ? അപ്പം നേരെ ക്ലിക്ക് ചെയ്തു, നേരെ നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് പോകണു. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ആവശ്യക്കാർ ഡൗൺലോഡ് ചെയ്യണം. നമുക്കത് നമ്മുടെ ഡൗൺലോഡ് കൂട്ടാം. മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം
നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് 999 അടക്കണം, അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ കാണിക്കണം. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു ഇമേജ് കൊടുക്കാം. അപ്പോൾ ആപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഇമേജ് നമ്മൾ ഡിസൈൻ ചെയ്യണം. ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ? സാർ മനസ്സിലായി. മനസ്സിലായി സാർ. സിമ്പിളാണ്. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ബാനറുകൾ ഉണ്ടാവും. ഈ ബാനറുകൾ ആപ്പിനെ കുറിച്ച് കാണിക്കണം. ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾ ബാനർ ഡൗൺലോഡ് മൊബൈൽ ആപ്പ് എന്ന് പറഞ്ഞൊരു ബാനർ ആയിരിക്കണം. ക്ലിയർ. അപ്പോൾ ആൾക്കാർക്ക് ക്ലിക്ക് ചെയ്യണം, ബാനർ ചെയ്യണം. അപ്പോൾ ഇവിടെ കാണിക്കുകയും ചെയ്യും ഇൻസ്റ്റാൾ നൗ എന്ന് കണ്ടാവും. ഇവിടെ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മൊബൈൽ ആപ്പിൻ്റെ കാര്യങ്ങളാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ഡീറ്റെയിൽഡ് ടാർഗറ്റിങ്ങിൽ നമുക്ക് കാണിക്കാം മൊബൈൽ യൂസർ. അപ്പം നമ്മളിത് പ്ലേ സ്റ്റോർ ആണെങ്കിൽ നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവരെ മാത്രം ടാർഗറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? ആപ്പ് സ്റ്റോറിന് വേണ്ടിയിട്ട്. അപ്പോൾ ആപ്പ് സ്റ്റോറിലുള്ള സാധനം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ടാർഗറ്റിങ്ങിൽ ഐഫോൺ ഉപയോഗിക്കുന്നവരെ ടാർഗറ്റ് ചെയ്യാം. അത്രയ്ക്ക് സ്പെസിഫിക്കലി ചെയ്യാം. മാപ്പ് പ്രൊമോഷൻ സൂപ്പറാണ് സോഷ്യൽ മീഡിയ. ഇവിടെ ആരും ഉപയോഗിക്കുന്നില്ല. എനിക്ക് എൻ്റെ ഒരു NIP ഒരു എഡ്യൂക്കേഷൻ്റെ ക്ലയൻറ്റ് ഉണ്ടായിരുന്നു. എനിക്കിപ്പോൾ മൊബൈൽ ആപ്പ് ഉണ്ട്, പക്ഷേ എഡ്യൂക്കേഷൻ്റെ ക്ലയൻ്റ് ആയിരുന്നു. ഞങ്ങൾ മൊബൈൽ ആപ്പ് ഒരുപാട് ഡൗൺലോഡ് ചെയ്തായിരുന്നു. കുറച്ച് ഐഡിയ കിട്ടും എന്താണ് ആപ്പ് പ്രൊമോഷൻ. ആപ്പിൻ്റെ ഡൗൺലോഡ്, ആപ്പിൻ്റെ പ്രൊമോഷൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, ആപ്പ് ഡൗൺലോഡ് കൂട്ടുക. ചില പ്രൊഡക്റ്റുകളുടെ എസ്പെഷ്യലി ബൈജൂസ് ഒക്കെ ഏറ്റവും കൂടുതൽ അതാണ് ഉപയോഗിച്ചത്. ബൈജൂസ് അല്ലെങ്കിൽ ഊബർ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആപ്പാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സുമാട്ടോ, ഇവരൊക്കെ ആപ്പാണ്. ആപ്പ് പ്രൊമോഷൻ നടത്തുന്നത്. അതാണ് അവർ എന്ത് ആഡിൽ അവിടെ ചെന്ന് ഡൗൺലോഡ് നൗ എന്നുള്ളത്. ക്ലിയർ ആയി? അപ്പം നിങ്ങളുടെ ക്ലയൻറ്റുകൾക്ക്, നിങ്ങളുടെ കമ്പനിക്ക് ആപ്പ് ഉണ്ട്. അപ്പം ആപ്പിൻ്റെ പ്രൊമോഷൻ എന്ന് പറയുന്നത് എന്താണ്? ആപ്പിൻ്റെ ഡൗൺലോഡ് കൂട്ടുക എന്നുള്ളതാണ്. ഡൗൺലോഡ് ചെയ്ത നിങ്ങൾക്കൊക്കെ ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ തന്നായിരുന്നു. ഈ ആപ്പ് ഉപയോഗിക്കുമ്പോഴാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴാണ് ആപ്പിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ശരി, ഐഡിയ കിട്ടിയോ? അതെ. എന്താണ് ആപ്പ് പ്രൊമോഷൻ? ബാക്കിയൊക്കെ സെയിം ആണ്. ഇവിടെ കണ്ട പ്രൈമറി ടെക്സ്റ്റ്, ബാക്കി എല്ലാം സെയിം. ഇത്രേ ഉള്ളൂ ആ കോൺസെപ്റ്റ്. ഇത്രേ ഉള്ളൂ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രേ ഉള്ളൂ കോൺസെപ്റ്റ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്പ് പ്രൊമോഷൻ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങടെ പോണ്ടേ? നമ്മുടെ പ്ലേ സ്റ്റോറിലേക്ക് പോണ്ടേ. ട്രാഫിക് ആണ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങടെ പോണ്ടേ? വെബ്സൈറ്റിലേക്ക് പോണ്ടേ. എൻഗേജ്മെന്റ് ആണ്. എൻഗേജ്മെന്റ് നമ്മുടെ ഫേസ്ബുക്കിൽ ഇരുന്ന പോസ്റ്റിന് കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടണം, ലൈക്ക്, കമന്റ്. ചിലർ പറയുന്നത് നമുക്ക് ലീഡ് ആണ് വേണ്ടത്, നമ്മുടെ പേജിലേക്ക് ഒന്നും പോകണ്ട, അവിടെ തന്നെ ലീഡ് ജനറേറ്റ് ചെയ്യണോ. അതാണ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ചിലർ പറയണം നമ്മുടെ വീഡിയോസിന് വ്യൂസ് വേണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഇമേജസ് അല്ലെങ്കിൽ തിരിക്കണ ഇമേജിന് പകരം വീഡിയോ അപ്ലോഡ് ചെയ്യാം. അതാണ് വ്യൂസ് ഉണ്ടാക്കാം. ക്ലിയർ ആയോ? അത് ഓരോ പ്രൊഡക്റ്റും അതിന്റെ രീതികളനുസരിച്ചിട്ട് വേണം നിങ്ങൾ അതിന്റെ ഒബ്ജക്റ്റീവ്. അതാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കണം, ഒബ്ജക്റ്റീവ് എന്താ? ഫാത്തിമയുടെയാണല്ലോ. ഓക്കെ. എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആ, ചോദിക്ക്. സർ, ഇപ്പൊ നമ്മൾ ഒരു ക്ലയന്റ് നമ്മളോട് ഒരു വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മള് എത്ര ദിവസം കൊണ്ടാണ് ചെയ്തു കൊടുക്കുക? എത്ര ദിവസം പറയേണ്ടത്? ഓക്കെ, ഗുഡ് ചോദ്യം. നിങ്ങൾ ഇങ്ങനത്തെ ചോദിക്കുക പ്ലീസ്. നല്ല ചോദ്യം, എനിക്ക് ഇഷ്ടപ്പെട്ടു. വെരി വെരി ഇൻട്രസ്റ്റിംഗ് ചോദ്യം. ഞാനത് ചിന്തിക്കാത്ത കാര്യം നിങ്ങൾ ചോദിച്ചു. ഇങ്ങനെ ചോദിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാനത് പറയാറില്ല, എൻ്റെ ചിന്തയിൽ വന്നിട്ടില്ല. മാർക്കറ്റിങ്ങിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, ബിസിനസ് ഉള്ളിടത്തോളം കാലം മാർക്കറ്റിംഗ് വേണം. വേറെ ഒരു പണിക്കതില്ല. വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് പോയി, വേറെ എന്തും അങ്ങനെയല്ല. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നും ബിസിനസ് വേണം, എന്നും ക്യാമ്പയിൻ വേണം, എന്നും ആഡ് വേണം, എന്നും പ്രൊമോഷൻ വേണം, എന്നും എൻക്വയറി വേണം. അതിന് വേറെ മെത്തേഡൊന്നുമില്ല, മാർക്കറ്റിംഗ് ചെയ്യണം. ക്ലിയർ ആയാലും അവർ പറഞ്ഞു, നിങ്ങൾ ഇന്ന് എനിക്ക് കുറച്ച് ചില പ്രൊഡക്റ്റുകൾ ഉണ്ടാവും, ചിലതൊക്കെ ഉണ്ടാവും, ചില കേസുകളൊക്കെ ഉണ്ടാവാം. പക്ഷെ 99% എന്നും ക്യാമ്പയിൻ ചെയ്യണതും, എന്നും ഉദ്ദേശിക്കണത് ചിലപ്പോൾ എഡ്യൂക്കേഷനൊക്കെ ചിലപ്പോൾ സീസണിലായിരിക്കും, എന്നാലും എന്നും അവരുടെ ആഡ് പ്രസൻസ് ഉണ്ടാവണം. അതിൽ ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്കല്ല അവർ ചെയ്യിപ്പിക്കുക. ക്ഷമ, ആൻസർ കിട്ടിയോ? അങ്ങനെയല്ല ഉദ്ദേശിച്ചത്.
ക്യാമ്പയിൻ നമ്മൾ ഇവരെ സ്റ്റഡീസും ഇതൊക്കെ റിസർച്ച് ചെയ്ത് എത്ര ദിവസം കൊണ്ട് അത് ചെയ്യാന്ന് പറയണ്ട്, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ചോദ്യം അതായത് നമുക്ക് ഒരു പ്രൊജക്ട് കിട്ടിയാൽ എത്ര ദിവസം കൊണ്ട് ലൈവ് ആക്കണം അല്ലേ? അതെ അതെ അതെ. ഓക്കെ, നല്ല ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒരു നോർമൽ ഒരു പ്രൊജക്ട് കിട്ടിയാൽ ശരിക്കും പഠിക്കുക ക്ലയന്റിന്റെ അടുത്ത്. അവരുടെ അതേ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്, പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കുക, ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് പഠിക്കുക, അവരുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമറെ കുറിച്ച് പഠിക്കുക. നിങ്ങളിത് പഠിക്കുക, അത് ബേസിക് കാര്യങ്ങൾ പഠിക്കുക. അതറിയാലോ, ക്ലിയർ ആണല്ലോ. അത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഒരു 2 ഡേയ്സിനുള്ളിൽ ക്യാമ്പയിൻ തുടങ്ങാം. ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ വളരെ ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങാം. ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങി നിങ്ങൾക്ക് 2-3 ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇൻസൈറ്റുകൾ കിട്ടും. ഓക്കെ, ഇന്നോട് നമുക്ക് എൻക്വയറി വരുന്നുണ്ട്, ഇത് ക്ലിക്കുകൾ കിട്ടുന്നുണ്ട്, ഓക്കെ ആണ്. ക്ലയന്റായിട്ട് വീണ്ടും ഡിസ്കസ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റയൊക്കെ നല്ലതാണോ, ഇതാണെന്ന് ചെക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻസൈറ്റ് കിട്ടി, ബഡ്ജറ്റ് ഒന്നും കൂടി കൂട്ടാം. അങ്ങനെ കൂട്ടി ഒരു കോൺഫിഡൻറ്റ് ലെവൽ എത്തുമ്പോഴായിരിക്കണം ബഡ്ജറ്റ് ശരിക്കും കൂട്ടണ്ടേ. ചില ക്ലയന്റ് പറയും നമുക്കൊരു മാസം 50,000 രൂപ ബഡ്ജറ്റ് ഉണ്ടെന്ന് പറയും. അതിൻ്റെ അർത്ഥം ഒരു ദിവസം 1,500 രൂപയെങ്കിലും നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാമെന്നാണ്. നിങ്ങൾ ആദ്യം തന്നെ പോയി 1,500 രൂപ സ്പെൻഡ് ചെയ്യരുത്. ആദ്യം തന്നെ ഒരു 200-250 രൂപ ഡെയിലി സ്പെൻഡ് ചെയ്യുക. ഒരു 4-5 ദിവസം അതിൻ്റെ ഒബ്സർവ് ചെയ്യുക. അത് ക്ലയന്റിൻ്റെ അടുത്ത് പറയാം, പുതിയ പ്രൊജക്റ്റ് ആണ്, ഞാൻ 3-4 ദിവസം ഒബ്സർവ് ചെയ്യാണ്, ചെറിയ ബഡ്ജറ്റിലാണ് ചെയ്യണേ, അതിൻ്റെ കൃത്യം കിട്ടുമ്പോൾ നമുക്ക് ഒന്നും കൂടി കൂട്ടി കൊണ്ടുവരാം എന്ന് പറയാം. ഐഡിയ കിട്ടിയോ ക്ഷേമ? യെസ് സർ, കിട്ടി. ക്ലാരിറ്റി എന്നോ? ആ അവർ വെയിറ്റ് ചെയ്യും ചിലർ. പക്ഷെ 2-3 ദിവസത്തിൽ തുടങ്ങാം, പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലായി. ഇത് തുടക്കത്തെ ഒരു ക്യാമ്പയിനാണ്, നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കണേ. ബാക്കി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എൻ്റെ എല്ലാം മിക്ക 99% അതിൻ്റെ എഡ്യൂക്കേഷൻ ടെസ്റ്റ് ഉള്ളവരാ. എനിക്ക് അരമണിക്കൂർ അവരെ കുറിച്ച് പഠിക്കാൻ, അരമണിക്കൂർ. കാരണം എൻ്റെ എല്ലാം എഡ്യൂക്കേഷൻ, എല്ലാവരുടെ ആവശ്യങ്ങളും എനിക്കറിയാം. അവരുടെ എനിക്ക് വെറുതെ ഫീസ് എത്രയാണെന്ന് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഏതവരെ ടാർഗറ്റ് ആയിട്ട് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ടേമുകൾ എന്നൊക്കെ അറിഞ്ഞാൽ മതി. എന്നാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ എനിക്ക് എല്ലാത്തിനും ഒരു ഐഡിയ ഉണ്ട് ബേസിക്കലി. അത് നമ്മൾ ചെയ്ത് ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഞാൻ അങ്ങനെ തന്നെ വരുത്തിയിരിക്കുന്നത്. നിങ്ങൾ അതിൽ ചെയ്ത് പയ്യാണ് അതിലേക്ക് എക്സ്പീരിയൻസിലെത്തുമോ. ക്ലിയർ ആയോ? എന്താണ് ആപ്പ് പ്രൊമോഷൻ? ക്ലിയർ ആയോ? ക്ലിയർ ആയി സാർ. അല്ലെങ്കിൽ എന്താണ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ എന്താണ് റീച്ച്, ഇംപ്രഷൻ, എങ്ങനെയാണ് ഒരു ലീഡിനെ നമ്മൾ അനലൈസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഡേറ്റ ഡ്രിവൺ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഏജൻസി ഒരു പൈസ നമ്മൾ ചാർജ് ചെയ്യണം, എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താണ് ക്ലയന്റ് നമ്മൾ ഇന്ന് എക്സ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഷൈമ ചോദിച്ചാൽ എങ്ങനെയാണ് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യണത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ റിപ്പോർട്ടിങ് കാര്യങ്ങൾ. ചെറിയൊരു ഐഡിയ കിട്ടിയോ? ഇല്ല. സാർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? ഇപ്പൊ ഷൈമയൊക്കെ ചോദിച്ച ഡൗട്ട് സൂപ്പർ ഡൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനത്തെ ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ക്ലാരിറ്റി വരുത്താം, നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പൊ ആൾക്കാർക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു വെമ്പലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ കുറച്ചെങ്കിലും പഠിച്ചു എന്നാണ്. പഠിച്ചു എന്ന് നമുക്ക് അടുത്ത ലെവലാണ് ചെയ്യാൻ തോന്നുന്നത്. അപ്പൊ ഫാത്തിമ അത് ചെയ്തു. അങ്ങോട്ട് ഫാത്തിമയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണമെന്ന് തോന്നി, അത് ചെയ്തു. അങ്ങനെ ചെയ്യുക നിങ്ങൾ. സുൽഫിയുടെ അവിടെ വർക്ക് ചെയ്യണോ നിങ്ങൾ ചെയ്യുക. സുൽഫി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അൺബിലീവബിൾ, നിങ്ങൾക്ക് വേറെ ലെവലിലേക്ക് ആയിരിക്കും നിങ്ങളവിടെ. അതെ സർ, ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് കംപ്ലീറ്റ് കഴിയട്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ലിങ്ക്ഡിനും എല്ലാം. നിങ്ങൾക്ക് ചെറുതായിട്ടുള്ള ഇൻവോൾവ് ചെയ്യാം ബേസിക്കലി. അതെ, ചെറുതായിട്ട് നിങ്ങൾക്ക് ഇൻവോൾവ് ചെയ്ത് നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്താം, അവിടെ എന്തൊക്കെയാണ് ചെയ്യണം, എന്തൊക്കെയാണ്. നമ്മുടെ ഈ ഭാഗം മൊത്തം കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടുന്നത് എങ്ങനെ മൂവ് ചെയ്യണം, ഓവറോൾ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. ഗൂഗിൾ ആഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ വേറെ ലെവലിലായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നുള്ളത്. അപ്പോൾ പലതും ഉണ്ട്, കഴിഞ്ഞാൽ വാട്സപ്പ് മാർക്കറ്റിംഗ് ഉണ്ട്, എല്ലാം നമ്മൾ വരുമ്പോൾ ഓരോന്ന് നിങ്ങൾക്ക് കിട്ടി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് എല്ലാവരും ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ ശ്രുതി ക്ലിയർ ആണോ? അതെ സാർ, അതെ. ശ്രുതിയുടെ ഇമേജിന്റെ ഡൗട്ട് ക്ലിയർ ആയല്ലോ? അതെ. അപ്പൊ നാളെ വന്നിട്ട് അതിൽ കുറച്ച് കറൗസൽ ചെയ്ത് കുറെ കൂടി ചെയ്തിട്ട് വരാം. ഓക്കെ സാർ. ഓക്കെ, കുറെ കൂടി നിങ്ങൾ ഇൻവോൾവ് ആവുക, ചെയ്താലേ പഠിക്കൂ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ, ഞാൻ ഈ ആപ്പ് പ്രൊമോഷൻ, എനിക്ക് ആപ്പ് പ്രൊമോഷൻ ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എനിക്ക് പ്രൊഡക്റ്റിന്റെ ആപ്പിന്റെ ഞാൻ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തു. എല്ലാം എനിക്കുണ്ട്. ഫോർച്യുനേറ്റ്ലി എല്ലാ കൈറ്റ് ഓഫ് സാധനം എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ എഡ്യൂക്കേഷൻ ക്ലൈൻറ്റ് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ പരിപാടിയും ഞാൻ ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പലതും ട്രൈ ചെയ്യുമ്പോൾ ഏതോ വർക്കൗട്ട് ആണെന്ന് നമുക്ക് അറിയില്ല. അതാണ് കീപ് ട്രൈയിങ്. കാരണം ഇതൊക്കെ പഴയ എൻ്റെ ആഡുകളാണത്. ഇപ്പൊ എടുത്തു നോക്കുമ്പോഴാണ് ഞാൻ കാണുന്നത്. എൻ്റെ ലോഗോ വരെ മാറി.
സാറിന്റെ പോസ്റ്റേഴ്സ് ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് എല്ലാം. എനിക്കറിയാം, അത് ഞാൻ അതിൽ അത് നിന്ന് പഠിച്ച് വന്നതാണ്. ഓക്കെ സാർ. അത് പോസ്റ്റർ ഡിസൈനേഴ്സിന് സെപ്പറേറ്റ് ഫ്രീലാൻസേഴ്സിനാണോ സാർ കൊടുക്കുന്നത് ഡിസൈൻ ചെയ്യാൻ? ഫ്രീലാൻസർ ആണ്. ഒരു തരതരം ഡിസൈൻ ഒരു ബാനറിന് 2500 കൊടുക്കുന്നവരുണ്ട്. ഒരു ബാനറിന് 2500. അത് സാറ് ഫിക്സ് ചെയ്യുന്നതാണോ അവര് ചോദിക്കുവോ, അതായത് ഒരു അവര് പോസ്റ്റർ ചെയ്യാനായിട്ട്? ഇല്ലില്ല, ഞാൻ എൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്തൊരു 8-10 ഫ്രീലാൻസർമാരുണ്ട്, പല ഗ്രേഡിലുള്ളവർ. അപ്പൊ പലവരുടെ പല വർക്കുകൾ കാണുമ്പോൾ ആരെ ചെയ്തെന്ന് ഞാൻ കണ്ടുപിടിച്ച് പോവും. അപ്പൊ അവർ പറയും എന്റെ റേറ്റ് ഇതാണെന്ന് പറയും. അപ്പൊ ഞാൻ പറയും എനിക്കൊരു ഇന്നൊരു ബാനർ ഇതിനേക്കാളും ഭംഗി നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന ഡെഫിനറ്റ്ലി അവർ ചെയ്തു തരാൻ ചെയ്തു തരും. അതിനൊരു ക്വാളിറ്റി ഉണ്ടോ. ഒരു ബാനറിന് 2500 വെച്ചിട്ടാവും അല്ലേ? 2500 ഉണ്ട്, 1000 ഉണ്ട്, 500 ഉണ്ട്, 200 ഉണ്ട്, 100 ഉണ്ട്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേസ്മെന്റ് നടത്തിയാൽ അപ്പൊ അതിനൊരു ബാനർ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ 100 രൂപയ്ക്ക് ചിറ്റായിരിക്കും നിശ്ചയിലിടുന്നത്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ. ഇപ്പൊ ഒരു ആഡ് ചെയ്യുന്ന സാധനമാണെങ്കിൽ ഞാൻ ക്വാളിറ്റിയിൽ ചെയ്യുള്ളൂ. പുറത്തേക്ക് വിടുന്ന സാധനമാണ് അതൊരു പോസ്റ്റ് നമ്മുടെ അതായത് ഓരോ പർപ്പസിന് വേണ്ടിയാണ്. ഇപ്പൊ ഒരാൾ പ്ലേസ്ഡ് ആയി അതിനൊരു ഫോട്ടോ വേറെ കാര്യങ്ങൾ ചെയ്യാനൊന്നുമില്ല, അത് ചെറിയ ഒരാളോട് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അവര് ചെയ്യുന്നത് അഡോബിലും ഇലിസ്ട്രേറ്ററിലും ആയിരിക്കും അല്ലേ? ക്യാൻവയിലൊന്നും ഒരു മനുഷ്യൻ ചെയ്യില്ലല്ലോ. ഞാൻ നിങ്ങളെ ക്യാൻവ പഠിപ്പിച്ചത്, ഞാൻ ക്യാൻവ ഉപയോഗിക്കില്ലല്ലോ. എനിക്ക് ക്യാൻവ ഫോട്ടോഷോപ്പ് പറയാം, പക്ഷെ ഞാൻ ചെയ്യില്ല. കാരണം അതൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവണം. നിങ്ങൾ അതിലേക്കൊക്കെ വരും. നിങ്ങൾ തുടക്കം നിങ്ങൾ ക്യാൻവയിലൊക്കെ ചെയ്ത് അങ്ങനെയാണ് ഇത് പഠിക്കുന്നത്. ആനുവൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കാണാൻ നിങ്ങളുടെ കോമ്പറ്റീറ്റർ നല്ല ബാനർ ഉണ്ടാകും. നിങ്ങൾ പിന്നെ അതിന് അന്വേഷണമായിരിക്കും. അപ്പൊ അങ്ങനെ കയറി വരാം. അല്ലാണ്ട് നിങ്ങൾ പഠിച്ചു ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരു വലിയൊരു എക്സ്പെർട്ട് ആവില്ലല്ലോ. പലതും ചെയ്തും പിടിച്ചും അതിൽ നിന്ന് നിൽക്കണം. അതുകൊണ്ടാണ് ഫോക്കസ് ചെയ്യണം. ഞാൻ ഇങ്ങനെ എനിക്ക് ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് പലതും ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരും ഇവിടെ മൊത്തത്തിൽ ആഡിൽ പറഞ്ഞത് നിങ്ങൾ എക്സ്പെർട്ടിന്റെ അടുത്ത് പഠിക്കാൻ പറയണേ. എക്സ്പെർട്ടിന്റെ അടുത്ത് പഠിച്ചാലാണ് ഇങ്ങനത്തെ എല്ലാം നിങ്ങളുടെ വിഷൻ വരെ സെറ്റ് ആവും. മിനിമം ഒരു 5 വർഷമെങ്കിലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത് കുറച്ച് പ്രൊജക്ട് ചെയ്തവർ അവരിൽ നിന്ന് പഠിച്ചാൽ മാത്രമാണ്. ഇപ്പൊ നിങ്ങൾ നേരത്തെ പലതും ചോദിച്ചു, ഷഹ്മ ചോദിച്ചു എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്. ഒരു വർക്ക് ചെയ്യാത്തവന് അതിന് ആൻസർ ഇല്ല. എങ്ങനെ അവൻ ആൻസർ പറയും? അവരൊരു വർക്ക് ചെയ്തിട്ടില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ട്രെയിനർ ഉണ്ട്. എനിക്കുണ്ട്. ജീവിതത്തിൽ ഒരു പ്രൊജക്ട് ചെയ്തിട്ടില്ല. ഒരു ലേഡിയാണ്. ഒരു വർക്ക് 1 രൂപയുടെ ആഡ് സ്പെൻഡ് ചെയ്തിട്ടില്ല. ബൂസ്റ്റിന് അറിയില്ല, പക്ഷെ എല്ലാം പഠിപ്പിക്കും. ഇപ്പൊ കേൾക്കണം പിള്ളേരുന്ന് ഓക്കെയാന്ന് പറയും. എന്നിട്ട് കോളേജിലേക്ക് എടുക്കുന്നുണ്ടോ? കോളേജിലേക്ക് ഞാൻ വിടുന്ന ലേഡിക്കാണ്. അതൊരു തിയററ്റിക്കൽ അപ്രോച്ചാണ്. ഐഡിയ കിട്ടിയോ? അപ്പൊ ഈ ബാനർ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് അന്നത്തെ കോൺസെപ്റ്റിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബാനർ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാക്കി. ബാനർ ഈസ് വെരി 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 വെരി, കാരണം അതാണ് കാണുന്ന ആൾക്കാർ. അതാണ് സ്ട്രാറ്റജിയാണ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളിപ്പോ ടൂള് പഠിച്ചു അല്ലേ? എങ്ങനെ ആഡ് ഇടുന്നു, എങ്ങനെ ബാനർ നിങ്ങൾ പഠിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ അഡീഷൻ ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നത് നല്ല നല്ല ക്രിയേറ്റീവ്സ് കൊണ്ടുവരും. അവിടെയാണ് എൻ്റെ ബ്രില്യൻസ്. നിങ്ങൾ എപ്പോഴും എൻ്റെ ക്രിയേറ്റീവ്സ് മാറിക്കൊണ്ടിരിക്കും. ഞാൻ ഇന്ന് നിങ്ങൾ കണ്ടൊരു ക്രിയേറ്റീവ്സ് അല്ലെങ്കിൽ നാളെ വേറൊരു ക്രിയേറ്റീവിന്റെ ലൈവ് ആവും. ആ സെയിം ഇൻഫ്ലുവൻസറിന്റെ വേറൊരു കോൺസെപ്റ്റ് ഞാൻ ഉണ്ടാക്കി വെച്ച് നാളെ കൂടി നാളെ ലൈവ് ആവും. ആള് ഷൂട്ടിങ് കഴിഞ്ഞതാണ്. ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. അതേ നാളെ കാണിച്ചു തരാം. അത് കഴിയുമ്പോൾ അടുത്ത് ഞാൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ക്രിയേറ്റീവ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനിത് പറയാൻ കാര്യം നിങ്ങൾ ഇപ്പൊ തന്നെ ഓടിച്ചാടി ചെയ്ത് ക്രിയേറ്റീവ്സ് ഉണ്ടാക്കുമ്പോൾ പിടിക്കുന്നതല്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടാക്കി അങ്ങനെ നിങ്ങൾക്ക് തന്നെ അവിടെ ശരി എന്നൊക്കെ വന്ന് അതിലേക്ക് വരാനാണ്. അല്ലാണ്ട് നിങ്ങളിത് പഠിച്ചു ആദ്യത്തെ ഒരു മാസത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് ആവില്ല. പക്ഷെ നിങ്ങളുടെ തോട്ട് കറക്റ്റ് ആയിരിക്കണം, റൈറ്റ് ഡയറക്ഷൻ ആയിരിക്കണം. നിങ്ങൾ എന്നാ ഇതൊക്കെയാണ് ശരി തെറ്റും തിരിച്ചറിയണം. എന്നാൽ മാത്രം നിങ്ങൾ അതിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് നോക്കാം. നാളെ നമ്മൾ അതിലുള്ള വേറൊരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അത് നമ്മൾ നോക്കും. അതുപോലെ തന്നെ വേറൊരു എങ്ങനെയാണ് പലതരം ക്ലയന്റുകളുടെ വർക്കുകൾ മാനേജ് ചെയ്യുന്നത്. അതാണ് മെറ്റാസൂട്ട് എന്ന് പറയും. ആഡ് സൂട്ട്, മെറ്റാസൂട്ട്, ബിസിനസ് സൂട്ട് എന്ന് പറയും. അതെങ്ങനെ ചെയ്യണം, പല ക്ലയന്റുകൾ എങ്ങനെ ആഡ് ചെയ്യണം, എന്താണ് ബൂസ്റ്റിംഗ്, എന്താണ് ആഡ്സ് മാനേജർ, എന്താണ് മെറ്റാസൂട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ മെറ്റാസ്യൂട്ട് എന്ന് പറയുന്നതാണോ ബിസിനസ് മാനേജർ എന്ന് പറഞ്ഞ രണ്ട് ടേംസ് ആയിട്ട്? അതെ, അതൊക്കെ വേറെ വലിയ
കുറെ ക്ലയന്റുകൾക്ക് എങ്ങനെ കുറച്ച് ടു മച്ച് അഡ്വാൻസ്ഡ് ആണ്. നിങ്ങൾ ചില കാര്യങ്ങൾ അതായത് ഫേസ്ബുക്ക് എന്ന് പറയുന്നത് വലിയൊരു സാധനമാണ്. അപ്പൊ ചിലവർ ചോദിക്കുന്നത് എല്ലാം കൂടി പഠിക്കാൻ പറ്റില്ല. ചില സാധനങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ചില ഘട്ടം എത്തിയതിന് ശേഷം ചെയ്യാനാണത്. അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ചിലത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾക്ക് ഇപ്പൊ കൺഫ്യൂഷൻ വരും. ഇപ്പൊ ഏറ്റവും സ്മാർട്ട് മെത്തേഡ് എന്ന് പറയുന്നത് പഠിക്കുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അടുത്തതിന്റെ ആവശ്യം വരും, നിങ്ങൾ കിട്ടി പോകും. നിങ്ങൾ ചെറുതായിട്ട് അങ്ങനെയാണത് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ഗൂഗിളിലുണ്ട് 100,000 എഞ്ചിനീയർമാരും ചിന്തിച്ചുണ്ടാക്കി വെച്ചേക്കണ ഒരു സാധനം നമുക്ക് എല്ലാം കൂടി പഠിച്ച് ചെയ്യാൻ പറ്റും. എന്നോട് ചോദിക്കാറുണ്ട്, ഇത് കംപ്ലീറ്റ് പഠിക്കുക. ആ തോട്ട് തന്നെ റോങ് ആണ്. പഠിച്ച് കുറെ കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് മറ്റേ അടുത്ത കാര്യങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ക്ലിയർ? അപ്പൊ അങ്ങനെയാണ് പയ്യാണ് എക്സ്പെർട്ടിലേക്ക് എത്തുന്നത്. നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു മാസം എനിക്ക് എക്സ്പെർട്ട് ആവാൻ പറ്റുന്ന വെച്ചാൽ നോട്ട് പോസിബിൾ. അത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. പഠിക്കാനും മനസ്സിലാക്കാനും ഒരു കഴിവ് നിങ്ങൾക്ക് വേണം. അപ്പൊ ഏറ്റവും സ്മാർട്ട് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പഠിക്കുക. കുഞ്ഞു കാര്യമാണെങ്കിൽ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് നിങ്ങൾ അടുത്തടുത്ത ലെവലിലേക്ക് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിയോ? ഞാനൊന്ന് കുറച്ചും കൂടി നിങ്ങൾ വേറൊരു ലെവലിലേക്ക് ചിന്തിപ്പിച്ചതാണ്. കാരണം നിങ്ങൾ അത്യാവശ്യം ഇപ്പൊ ക്യാമ്പയിൻ ഒക്കെ പഠിച്ചു. എന്താണ് ക്യാമ്പയിൻ എന്ന് മനസ്സിലായി, എന്താണ് ആഡ് എന്ന് മനസ്സിലായി, നിങ്ങൾക്ക് ഒരു വർക്ക് കിട്ടിയ കൊള്ളാമെന്ന് മനസ്സിലായി, എങ്ങനെ ചെയ്യേണ്ടതെന്ന് മനസ്സിലായി, ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലായി. അപ്പൊ ഇനി നിങ്ങൾ പയ്യെ എന്തെങ്കിലുമൊക്കെ വർക്കുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ചെയ്യാൻ നോക്കാം. അവിടെയാണ് നിങ്ങളുടെ ബ്രില്യൻസ്. ഓക്കെ, ഞാൻ പറയാം, ഞാനിപ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഇപ്പോഴല്ലേ ഞാൻ ഗൂഗിൾ ആഡ്സ് എടുക്കുമ്പോൾ വേറൊരു ലെവൽ മോഡലിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ കുറെ പിള്ളേർ അതിലേക്ക് വരാം. ഇപ്പൊ കുറെ പേര് ജോയിൻ ചെയ്യും കുറെ പേര്. അപ്പൊ അതെന്താണ്, കുറെ അക്കാഡമിക് കൗൺസിലർമാർ എടുത്തിട്ടുണ്ട്. അത് ഞാൻ സെയിൽസിന് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇട്ട് എന്താണ് അതിന്റെ ഒരു ഗെയിം, എന്താണ് സെയിൽസ്, എന്താണ് ഇത്, എന്താണ് വെബ്സൈറ്റിന്റെ ഇമ്പോർട്ടൻസ്, എന്താണ് ആഡ്സിന്റെ. ഈ ലിങ്ക്ഡിൻ ആഡ്സ് ഉണ്ട്. നിങ്ങൾ 10 മിനിറ്റ് കൊണ്ട് ലിങ്ക്ഡിൻ ആഡ് പഠിക്കും. 5 മിനിറ്റ് മതി ലിങ്ക്ഡിൻ ആഡ് പഠിക്കാൻ. കാരണം ഇത് തന്നെയാണ് ലിങ്ക്ഡിൻ. എക്സാക്ട്ലി ഇത് തന്നെ. അവിടെ ക്യാമ്പയിൻ, ആഡ് സെറ്റ്, ആഡ്. അവിടെ നിങ്ങൾക്ക് ഏജ് ഉള്ളവരെ ടാർഗറ്റ് ചെയ്യാൻ, ജോലിക്കാരെ ടാർഗറ്റ്. അവിടെ ലിങ്ക്ഡിനിൽ പേജ് ഉണ്ടാക്കണം, ഫേസ്ബുക്കിൽ പേജ്, സെയിം പേജ്. അവിടെ പേജ് ഉണ്ടാക്കണം, സെയിം ഇത്. അവിടെ ഇംപ്രഷനും ക്ലിക്കും ലീഡ് ഉണ്ട്. ഇത് തന്നെ അവിടെ കുറച്ച് കുഞ്ഞു കാര്യങ്ങൾ മാറ്റം. അതുകൊണ്ടാണ് ഈ കോൺസെപ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഡീപ്പിലി നിങ്ങളെ ഞാൻ തറവാക്കി എടുത്തത്. നിങ്ങളെ കൊണ്ട് കുറെ ചെയ്യിപ്പിച്ചെടുത്തത്. ഇനി എനിക്ക് ടെക്കടക്കേന്ന് നിങ്ങൾ ചെയ്തത് ഇതാണ് കോൺസെപ്റ്റ്. മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഉണ്ട്, അതാണ് നിങ്ങൾ അറിയേണ്ടത്. ലിങ്ക്ഡിൻ ആഡ് ഇട്ടു, സ്നാപ്ചാറ്റിൽ ആഡ്, എല്ലാ ആഡ് സിസ്റ്റം അങ്ങനെയാണ്. ഗൂഗിളിന്റെ കുറച്ച് വ്യത്യാസമാണ്. അതൊരു സെർച്ച് എഞ്ചിനാണ്. നമ്മൾ ഗൂഗിൾ ആഡ് പഠിക്കും. ഗൂഗിൾ ആഡ് എനിക്ക് തോന്നുന്നു മിനിമം 3 വീക്സ് ക്ലാസ് ഉണ്ട്. അത്ര ഡെപ്തിൽ പഠിക്കാൻ പോണ സാധനമാണ്. അത് വേറെ കോൺസെപ്റ്റ്, കുറെ വലിയ കോൺസെപ്റ്റാണ് ഗൂഗിൾ ആഡ്. ഇത് കുറച്ചും കൂടി എളുപ്പമാണ്. ഗൂഗിൾ ആഡ് 3 വീക്സ് കണ്ടിന്യൂസ് ക്ലാസ് ആയിരിക്കും അത്. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ. അപ്പൊ നാളെ കാണാം. എല്ലാവരും ചെയ്യാം. ഡൗട്ടുകളായിട്ട് വരും. ഇപ്പൊ ഷഹമൊക്കെ ഡൗട്ട് ചോദിച്ചു, ശ്രുതി സ്റ്റക്കായപ്പോൾ ഡൗട്ട് ചോദിച്ചു. അങ്ങനെ നിങ്ങൾ എല്ലാവരും കുറച്ച് ഡൗട്ടുകളും കുറച്ച് ഇതിനെക്കുറിച്ച് ചിന്തിക്കുക, റിയൽ സാധനത്തെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ എൻ്റെ അടുത്തേക്ക് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. താങ്ക്സ് സർ. താങ്ക് യു സർ.